ഈ ഫോട്ടോ ഒരു ഒന്നൊന്നര ഫോട്ടോയാണ്, ചരിത്രത്തിൽ ഇടം നേടിയ ഫോട്ടോയാണ്. ചെറിയ കുട്ടികളെ സ്കൂളിൽ പഠിക്കുന്ന 1ാം ക്ലാസ്സിലെ കുട്ടികളടക്കം കട്ടയൊക്കെ എടുത്തുകൊണ്ട് വരുന്നൊരു സീനുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞു എടുക്കരുത്, നിങ്ങൾ എടുക്കരുത്, കാരണം നമ്മളിത് വീഡിയോ എടുക്കുന്ന സമയം. അപ്പോൾ ഞങ്ങൾ പറയും വീഡിയോയിലൊക്കെ വരുന്നതാണ്, ഇത് നിങ്ങളെ കൊണ്ട് ബാലവേല ചെയ്യിച്ചു എന്ന് പറഞ്ഞാൽ അടുത്ത് അറിയാമല്ലോ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ചെറിയ സാധനം കിട്ടി എന്തിനാണ് നമ്മളെ വിമർശിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ. ആഫ്രിക്കയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് സ്കൂൾ പണിതിരിക്കുകയാണ്. അത് ആദ്യമേ പണിതത് വെറും ഒരു പുല്ലുമേഞ്ഞൊരു സ്കൂളിന് ഷീറ്റിടാൻ വേണ്ടിയായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷേ അതിന് ചുറ്റും നിറയെ കുട്ടികൾ കൂടി നിൽക്കുന്നു, ടീച്ചേഴ്സ് അതിനിടയിലുണ്ട്, കുറേ കുട്ടികൾ ഓടിപ്പോകുന്നു, മഴ നനയാതെ ഈ പുല്ലിൽ നിന്ന് ഇങ്ങനെ ഇറ്റി വീഴുന്ന വെള്ളമൊക്കെ നനഞ്ഞ് കുട്ടികൾ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് ഇതൊരു സ്കൂളാണ്, ഇവിടെ 1 മുതൽ 4 വരെ കുട്ടികൾ പഠിക്കുന്നു. അപ്പോൾ ഞാൻ 4 വരെ കുട്ടികൾ പഠിക്കാൻ ഈ ഒരു സ്പേസോ ഈ ബിൽഡിങ്ങോ തികയില്ലല്ലോ. അപ്പോൾ 14 കുട്ടികളുണ്ട് അവിടെ. അപ്പോഴാണ് പറഞ്ഞത് ബാക്കി കുട്ടികളെല്ലാം മരത്തിൻ്റെ ചുവട്ടിലിരുന്നാണ് പഠിക്കുന്നത്. 2 ക്ലാസ് റൂമേ അവിടെ ഉള്ളൂ. അത് വില്ലേജേഴ്സ് ഉണ്ടാക്കിയൊരു ബിൽഡിങ്. അത്രയും കാലത്തിനിടയ്ക്ക് ഒരുപാട് മനുഷ്യർ അതിലെ പോയിട്ടുണ്ട്. ഒരാളും ചോദിക്കാത്തൊരു കാര്യം ഞങ്ങളോട് ചെന്ന് ചോദിച്ചു, നമുക്കൊരു സ്കൂൾ ഉണ്ടാക്കുകയല്ലേ എന്നുള്ളത്. ഞങ്ങൾ ഓൾറെഡി അവരോട് പറഞ്ഞും ചെയ്തു, ഞങ്ങൾ ഒരു ഓർഗനൈസേഷനോ അല്ലെങ്കിൽ NGOs മാതിരിയൊന്നുമില്ല. അപ്പോൾ ആഫ്രിക്ക എന്ന് പറയുമ്പോൾ ഇഷ്ടംപോലെ NGOs ഉണ്ട്. നിങ്ങളെ കൊണ്ട് പറ്റാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഞങ്ങളെ കൊണ്ട്. അത് വലിയൊരു ഫണ്ടല്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ മാക്സിമം എഫേർട്ട് ഇടുക. നിങ്ങൾ ഇത്രയും വില്ലേജേഴ്സ് ഉണ്ട്, അപ്പോൾ ഈ ഇത്രയും 100-100ഓളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ നമ്മളെ കാണുമ്പോൾ കുട്ടികളുടെ ഒരു സന്തോഷം നമ്മൾ തൊട്ട് നോക്കാൻ. അപ്പോൾ നമ്മളിപ്പോൾ ആൾക്കാർ അവരെ വില്ലേജിൽ ചെല്ലുക, അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നത് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പോൾ കുട്ടികളെ ക്യൂ നിർത്താൻ വേണ്ടി ഞാൻ പെൺകുട്ടിയുടെ ഒരു ലൈൻ പെട്ടെന്ന് ടീച്ചർ അടയുന്നുണ്ട്, ചെയ്യരുത് പെട്ടെന്ന് തന്നെ. ഞാൻ തന്നെ ഷോക്കായി പോയി. ഒരു കാരണവശാലും അവരെ പിരിക്കാൻ പാടില്ല, ഞാൻ ഒരു വീഡിയോ എടുക്കാൻ ചെയ്യരുത്. ഞങ്ങൾ ഒരിക്കലും അങ്ങനെ പറയാത്തൊരു സാറാണ്. പക്ഷെ ഞാനത് ചെയ്യാൻ പോയ സമയത്ത് അതുവരെ നിങ്ങളുടെ അടുത്ത് എല്ലാത്തിനും നമ്മൾ ഭയങ്കര റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. നമുക്ക് കാരണം അത്രയും വാല്യൂ തരുന്നത് ആ സ്കൂൾ ഉണ്ടാക്കിയ ഞങ്ങളാണ്. നല്ലൊരു സാലറി കിട്ടുകയാണെങ്കിൽ എൻ്റെ സാലറിൻ്റെ ഒരു ഭാഗം ഞാൻ എന്തായാലും ഇവർക്ക് വേണ്ടി മാറ്റി വെക്കണം. ആഫ്രിക്കയിലെ ഭാവിയിലെ കുഞ്ഞുങ്ങൾ മലാവിയിൽ സ്കൂൾ പഠിക്കുന്ന ആദ്യത്തെ മലയാളി ദമ്പതികൾ ആരാന്ന് വെച്ചാൽ ഇവരാണ്. ഈ ഫോട്ടോ ഒരു ഒന്നൊന്നര ഫോട്ടോയാണ്, ചരിത്രത്തിൽ ഇടം നേടിയ ഫോട്ടോയാണ്. അതായത് ഈ 2 മലയാളി ദമ്പതികൾ ആഫ്രിക്കയിലെ മലാവിയിൽ പോയിട്ട് അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് സ്കൂള് നിർമ്മിച്ച് നൽകിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വന്നൊരു ഷെഡായിരുന്നു. ആ ഷെഡ് മാറിയിട്ട്, ഷെഡെന്നും പറയാൻ പറ്റില്ല, ഓലപ്പെര. ആ ഓലപ്പെര മാറി അതിനൊരു ഷീറ്റ് ഇടാൻ പോയതാണ്. പക്ഷേ ഷീറ്റൊക്കെ ഇട്ട് വന്നപ്പോഴത്തേക്ക് അത് പൊള്ളി അടിപൊളി സ്കൂളായി. അത് നമ്മൾ എന്താ പറയുക, നമുക്ക് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രാധാന്യം അവിടുത്തെ ജനങ്ങൾക്ക് അറിയായിരുന്നു. അത് ഞങ്ങളുടെ കയ്യിലേക്ക് തരൂ, ഞങ്ങളത് ഉയർത്തിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞ 2 ദമ്പതികളാണ് എൻ്റെ കൂടെ ഉള്ളത്. അരുണും സുമി, ഹായ്. ഇവരെ കണ്ടുപിടിച്ചത് ഇപ്പോൾ ഇവർ ആഫ്രിക്കയിൽ നിന്ന് വന്ന് ഇറങ്ങിയിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. ഇപ്പോൾ അവർ പുതിയതായിട്ടൊരു വണ്ടി എടുത്തിട്ട് ഓൾ കേരള ട്രിപ്പ് പോവുകയാണ്. ആ ട്രിപ്പ് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്നിപ്പോൾ കൊച്ചിയിലുണ്ട്. കൊച്ചിയിൽ ചുമ്മാ വന്നതല്ല, അവരുടെ സബ്സ്ക്രൈബേഴ്സിനെ അവർക്ക് അത്ര ഇഷ്ടമാണ്, അവരെ കാണാൻ വേണ്ടിയിട്ടാണ്. അതിലൊരാളുടെ വീടാണ് നമുക്ക് ബാക്കിൽ കാണാവുന്നത് അല്ലേ. ഇവരെ സംബന്ധിച്ച് മറ്റേ ഹോട്ടലിലൊന്ന് സ്റ്റേ ചെയ്യേണ്ട ഇവർക്ക് ഫ്രീ ആണ്. കാരണം ഇവരെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മൾക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് ഇവർ ചെയ്തു വെച്ചേക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു കൺട്രിയിൽ പോയിട്ട് ആ കൺട്രിയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും കൊടുക്കുക. നമ്മൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ വിശപ്പ് അകറ്റാൻ പറ്റും, പക്ഷേ അവർക്കൊരു അറിവ് കൊടുത്താൽ അതും കൊണ്ട് അവരവരുടെ വിശപ്പടക്കും. അങ്ങനത്തെ ആളുകളാണ്. നമുക്ക് ബാക്കി വിവരങ്ങളൊക്കെ മേളിൽ ചെന്നിട്ട് സംസാരിക്കാം. ഇവർ 2 പേരും ആഫ്രിക്കയിൽ താമസിക്കുകയാണ്. ആഫ്രിക്കയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് സ്കൂൾ പണിതിരിക്കുകയാണ്. അത് ആദ്യമേ പണിതത് വെറും ഒരു എന്താ പറയുക, പുല്ലുമേഞ്ഞൊരു സ്കൂളിന് ഷീറ്റ് ഇടാൻ വേണ്ടിയായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷേ ഷീറ്റ് എന്നുള്ള പ്ലാൻ മാറി. അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് ആ കഥ ഞാൻ കൃത്യമായിട്ട് ഇവരോട് തന്നെ ചോദിച്ചു പറഞ്ഞുതരാം. ഷീറ്റ് മാറിയിട്ട് പിന്നെ 8ാം ക്ലാസ് വരെ അപ്ഗ്രേഡ് ചെയ്തു അല്ലേ. അതാണ് ഒന്ന് പറഞ്ഞു, അതൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളത്. ഞാൻ ശരിക്കും ഈ വില്ലേജിലേക്ക് ഞാൻ സിറ്റിയിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് 2 വർഷം. കേരളത്തിൽ എവിടെയാ? കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ നിലമ്പൂരാണ്. ഇവിടെ നിന്ന് എങ്ങനെയാണ് ആഫ്രിക്കയിലേക്ക് പോകുന്നത്? ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ഇതൊക്കെ അറിയണം. കാരണം ചുമ്മാ ഒരാൾക്ക് ആഫ്രിക്കയിൽ പോകാൻ പറ്റുമോ? എനിക്ക് പറ്റില്ല, അത് നിങ്ങൾ പറയണം. ശരിക്കും നമ്മൾ സാധാരണ പ്രവാസികളെ പോലെ തന്നെ വീട്ടിലെ പ്രശ്നങ്ങളും പ്രാരാബ്ദം കൊണ്ട് നമ്മൾ ആഫ്രിക്കയിലേക്ക് കയറി. ആഫ്രിക്കയിൽ അമ്മയുടെ ആങ്ങള ആഫ്രിക്കയിലാണ്, ഒരു 15 വർഷമായിട്ട് അവിടെ ഉണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ അനിയനും ഒക്കെ ആ അമ്മാവൻ്റെ ഒരു കെയർ ഓഫിൽ നമ്മൾ അങ്ങോട്ട് എത്തിയതാണ്. ആഫ്രിക്ക അവിടെ ജോലിക്ക് പോയതാണ്. അങ്ങനെയാണ് ആഫ്രിക്കയിലെത്തുന്നത്. ഒരു 2 വർഷം ഞാനൊരു ട്രേഡിങ് കമ്പനിയിൽ വെയർഹൗസ് മാനേജറായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അവിടെ നിന്ന് 2 വർഷം കഴിഞ്ഞപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് ജോലി മാറ്റം കിട്ടി. അപ്പോൾ സിറ്റിയിൽ ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. നമുക്കറിയില്ല വില്ലേജ് എന്താണെന്നുള്ളതൊന്നും. നമ്മൾ യാത്രകൾ പോകുന്ന സമയത്ത് ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ കാണാമെന്നല്ലാതെ നമ്മൾ അതിനെക്കുറിച്ച് അടുത്തറിയുന്നില്ല. അപ്പോൾ ഈ കൺസ്ട്രക്ഷൻ കമ്പനി കിട്ടിയപ്പോൾ ഞങ്ങൾ ഒരു ഡാമിൻ്റെ പ്രൊജക്റ്റ് ആയിട്ടാണ് പോകണം. അപ്പോൾ കുറച്ചുകൂടെ ഉള്ള ഏരിയയിലേക്കാണ് ചെല്ലുന്നത്. അപ്പോൾ ചെല്ലുന്നൊരു സമയത്ത് കാണുന്നൊരു കാഴ്ച പറഞ്ഞാൽ കുട്ടികൾ
മഴക്കാലമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫെബ്രുവരി ടൈമിലാണ് പോണത്. അപ്പോൾ വണ്ടിയിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് കുറേ കുട്ടികൾ മഴ നനഞ്ഞ് ഇങ്ങനെ ഓടിപ്പോവുക. അപ്പം ആദ്യം എനിക്ക് ക്യൂരിയോസിറ്റി ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഈ കുട്ടികൾ മഴ പെയ്യുമ്പോൾ നമ്മളുണ്ടല്ലോ വെറുതെ മഴ ആ ഒരു പരിപാടി ആയിരിക്കും നമ്മളും ഇങ്ങനെയൊക്കെ ഓടിയിട്ടുണ്ടല്ലോ. പിന്നെ കുറച്ച് മുമ്പേക്ക് പോകുമ്പോൾ എല്ലാ കുട്ടികളും ഇങ്ങനെ ഓടുന്നു. ഞാൻ ഡ്രൈവറോട് ഇങ്ങനെ വെറുതെ ചോദിച്ചു എന്താണിതെന്ന്. അപ്പോൾ അവിടെ സ്കൂളുണ്ട്, ആ സ്കൂളിലെ കുട്ടികളാണ് മഴ ആയതുകൊണ്ട് വീട്ടിലേക്ക് ഓടിപ്പോവാണെന്ന്. അപ്പോൾ കുറച്ചുകൂടെ മുമ്പ് ചെല്ലുന്ന സമയത്താണ് ഒരു ചെറിയ പുല്ലുമേഞ്ഞ നമ്മുടെ ടോയ്ലറ്റിനേക്കാളും കുറച്ചുകൂടി എളുപ്പമുണ്ടാവും അത്രയും പോകുന്ന ചെറിയൊരു ഷെഡ്. അതിന് ചുറ്റും നിറയെ കുട്ടികൾ കൂടി നിൽക്കുന്നു. ടീച്ചേഴ്സും അതിൻ്റെ ഇടയിലുണ്ട്. അപ്പോൾ കുറേ കുട്ടികൾ ഓടിപ്പോകുന്നു. മഴ നനയാതെ പുല്ലിന്ന് ഇങ്ങനെ ഇറ്റി വീഴുന്ന വെള്ളമൊക്കെ നനഞ്ഞ് കുട്ടികൾ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് ഇതൊരു സ്കൂളാണ്, ഇവിടെ 1 മുതൽ 4 വരെ കുട്ടികൾ പഠിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു 4 വരെ കുട്ടികൾ പഠിക്കാൻ ഈ ഒരു സ്പേസോ ഈ ബിൽഡിങ്ങോ തികയില്ലല്ലോ. അപ്പോൾ അതിനകത്ത് കുട്ടികളുണ്ട് അവിടെ. അപ്പോഴാണ് പറഞ്ഞത് ബാക്കി കുട്ടികളെല്ലാം മരത്തിൻ്റെ ചുവട്ടിലിരുന്നാണ് പഠിക്കുന്നത്. 2 ക്ലാസ് റൂമേ അവിടെ ഉള്ളൂ. അത് വില്ലേജേഴ്സ് ഉണ്ടാക്കിയൊരു ബിൽഡിങ്. പരീക്ഷയ്ക്ക് എഴുതാൻ വേണ്ടി കുറച്ച് ദൂരെയുള്ള സ്കൂളിൽ പോയിട്ടാണ് പരീക്ഷ എഴുതുന്നവർ. അപ്പോൾ ഞാൻ വിളിച്ചു ഇത് ബിൽഡിങ് ഉണ്ടായി കഴിഞ്ഞാൽ എന്താ സ്കൂൾ റൺ ചെയ്യാൻ പറ്റില്ലേ? അതിന് പറ്റും, പക്ഷേ അത് ഉണ്ടാക്കാനുള്ള കഴിവ് അവരെ കൊണ്ട് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഒരു സ്കൂൾ ഉണ്ടാക്കാൻ ശ്രമിക്കാമെന്നുള്ളൊരു ചിന്താഗതി ഡ്രൈവറോട് ഇങ്ങനെ പറഞ്ഞു. പിറ്റേ ദിവസം വീണ്ടും തിരിച്ചു വരുന്ന സമയത്ത് അവിടെ കുറച്ച് ആൾക്കാരെ കണ്ട് സ്കൂളിൽ ഇറങ്ങി, സ്കൂളിലെ ടീച്ചേഴ്സായിട്ട് സംസാരിച്ചു. ഞങ്ങൾ ഒരു കമ്മിറ്റി വിളിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കമ്മിറ്റി വിളിച്ച് അവരോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട്, സ്കൂൾ നിർമ്മിക്കാം. എൻ്റെ അടുത്ത് ഒരുപാട് പൈസയൊന്നുമില്ല, ഞാനിതേപോലെ ജോലി തേടി വന്നൊരു ചെറിയ സാലറിയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. ഇപ്പം നിങ്ങളെല്ലാവരും കൂടുകയാണെങ്കിൽ അപ്പം ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ വെറുതെ കട്ട ഇവരുണ്ടാക്കും. അപ്പം മണ്ണിൻ്റെ നമ്മുടെ പണ്ട് കാലത്തെ പോലെ മണ്ണിൻ്റെ ബ്രിക്സുകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് വേണ്ട ഷീറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ മേടിച്ച് തരാം. അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ട് മണ്ണുകൊണ്ട് തന്നെ തേച്ചിട്ട് മണ്ണുകൊണ്ട് തന്നെ ഫില്ല് ചെയ്തിട്ട് ഇവരുണ്ടാക്കുന്ന പോലെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുക. നമ്മളുടെ സാധാരണ ഈ കട്ട വീട് അത് തന്നെ ചെളി കുത്തി സെയിം അത് തന്നെ. അവിടുത്തെ വീടുകളെല്ലാം അങ്ങനെയാണ്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഈ ചെളി കുത്തി വീടുകൾ ഉണ്ടാക്കുക, അതിനൊരു ഇനിഷ്യേറ്റീവ് എടുക്കുക എന്നുള്ള എൻ്റെ ചിന്താഗതി. ഇവരെ കൂട്ടിയിട്ട് ഇവരെ വില്ലേജസിനെല്ലാം കൂട്ടിച്ചേർത്തിട്ട് ഒരു ഇങ്ങനെ മണ്ണ് കൊണ്ട് തന്നെ സെറ്റ് ചെയ്തൊരു വീട് ഉണ്ടാക്കുക. മേളിൽ ടാർപോളിൻ ഇടുക, കുറച്ച് മരവും. അപ്പം കാടാണ് ഏരിയ, ഇഷ്ടംപോലെ മരങ്ങളൊക്കെ കിട്ടും. അപ്പോൾ എൻ്റെ ചിന്താഗതിയിൽ ഇനിഷ്യേറ്റീവ് എടുത്താലും നടക്കും, അത്രേ ഉള്ളൂ. കാരണം ചെറിയൊരു പരിപാടിയാണല്ലോ. അപ്പോൾ കുറച്ച് ഷീറ്റ് മേടിക്കണം. എസ്റ്റിമേറ്റ് വന്ന കൂടി വന്ന ഒരു 19,000 അല്ലെങ്കിൽ 1,00,000 റൗണ്ട് ഒരു ഷീറ്റ് വിട്ട് കുറച്ച് ബ്രിക്സും വെച്ച് സെറ്റ് ചെയ്യാന്നുള്ളത്. അത്ര കുഞ്ഞൊരു പരിപാടി നടക്കും എന്നുള്ള പ്ലാനിങ് ആയി. അപ്പോൾ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ആകെ വാങ്ങേണ്ടി വരിക ഷീറ്റാണ്, പിന്നെ ഞങ്ങളുടെ എഫേർട്ടാണ്, കുറച്ച് നൈൽസോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ മാത്രം മതി. ബാക്കിയെല്ലാം അവർ ഫ്രീ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിയാം. അപ്പോൾ അവർ റെഡിയാണ് ഞങ്ങളെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കണക്ക് കൂട്ടിയപ്പോൾ ഒരു 10-20,000 ബ്രിക്സ് വേണം 4 ക്ലാസ് റൂം ഉണ്ടാക്കുക. അപ്പോൾ ഞങ്ങൾ ഓക്കെ അവർ എഗ്രി ചെയ്ത് പോയി. ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ബ്രിക്സ് റെഡിയാണെന്ന് പറഞ്ഞു. ഇനി ഫയർ ചെയ്താൽ മതി, ചൂളയിട്ട് നമ്മൾ കത്തിച്ചെടുക്കുന്നുണ്ട് ബ്രിക്സ്. അപ്പോൾ ഞാൻ പോയി നോക്കിയപ്പോൾ 20,000-40,000 ബ്രിക്സ് അവരുണ്ടാക്കി ഒരു വലിയ ഇതാക്കി അടുക്കി വെച്ചിട്ടുണ്ട് അവിടെ. ഇതാണ്. അപ്പോൾ എനിക്ക് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. പറയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഫീൽ ചെയ്യുന്നു. കാരണം അവരെ സംബന്ധിച്ച് ഒരാളില്ല. നമ്മൾക്കിപ്പോൾ നമ്മളോട് വന്നിട്ട് പറയണം നിങ്ങൾക്ക് ഇത് ഞങ്ങൾ ചെയ്തു തരാം എന്ന് പറയുമ്പോൾ എല്ലാവരും ഇത് ചെയ്തു കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഭാഷ അറിയില്ല, നമുക്കൊന്നും അറിയില്ല. നമുക്കറിയാവുന്ന ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ പോയി പഠിക്കുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട് മാത്രം. അത് കണ്ടിട്ട് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ചെയ്യാൻ വരുമ്പോൾ അവരത് എന്ത് നന്നായിട്ടല്ലേ നമ്മളെ സ്വീകരിച്ചേക്കുന്നത്. അത്രയും അവര് കഷ്ടപ്പെട്ട് അതിനു വേണ്ടി എഫേർട്ട് എടുത്ത് പറയുമ്പോൾ എന്തറിയാമോ, ഞാൻ പറഞ്ഞില്ലേ പഠിക്കാനുള്ളൊരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്. കാരണം ഇന്നത്തെ ഈ അവസ്ഥയിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ മാർഗം വിദ്യാഭ്യാസമാണ്. ഞങ്ങൾ എപ്പോഴും അവരോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്, വിദ്യാഭ്യാസം ഉണ്ടെങ്കിലാണ് നമുക്ക് എല്ലാം ഉള്ളൂ. വിദ്യാഭ്യാസം ഇല്ല, വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അതിനു വേണ്ടിയാണ് എഫേർട്ട്, കുട്ടികളെ പഠിപ്പിക്കണം എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട് അവർക്ക്. അപ്പം അങ്ങനെ ബ്രിക്സ് ഇവരുണ്ടാക്കി അതിലൊരു സക്സസ് ആയപ്പോൾ എനിക്ക് ഭയങ്കര ആവേശമായി. അപ്പം ഞാൻ തീരുമാനിച്ചു എന്തായാലും ഇത് സക്സസ് ആവും, ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ പറ്റും എന്തായാലും നടക്കും. അപ്പോൾ നമുക്ക് സ്കൂളിനെ കുറിച്ച് ചിന്തയൊന്നുമില്ല, കുറ്റിയൊക്കെ അടിച്ച് അല്ല അങ്ങനെ അവിടെ ചെയ്യുമ്പോഴേ എൻ്റെ ഒരു സംശയമാണ്, ഇങ്ങനെ ചെയ്യുമ്പം ഈ ഒരു സ്ഥലത്തൊരു നിർമ്മാണം നടത്തണമെങ്കിൽ, നമ്മുടെ നാട്ടിലാണ് ഒരു നിർമ്മാണം നടത്തണമെങ്കിൽ പഞ്ചായത്ത് തൊട്ട് മനസ്സിലായി എല്ലാ അധികൃതരോടും നമ്മൾ ചോദിക്കണം. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയും ഈസി ആയിട്ട്, അല്ലെങ്കിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നിങ്ങളെ വിശ്വസിച്ചിട്ട് 20,000-40,000 ബ്രിക്സ് ഉണ്ടാക്കി വെച്ചിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് അത് പെട്ടെന്ന് ഈസി ആക്കാൻ പറ്റിയത്? അവിടെ ചീഫുമാരാണെല്ലാം. അപ്പം ചീഫിന്റെ അണ്ടറിലാണ് ഓരോ വില്ലേജ് ഉള്ളത്. ചീഫ് എന്ത് പറയുന്നു അതെല്ലാവരും അംഗീകരിക്കും. ഇപ്പം നമ്മൾ രാജാവ് പറഞ്ഞ ബാക്കി പ്രജകളെല്ലാം അംഗീകരിക്കില്ല, പക്ഷെ ആ ഒരു ഇതല്ല. പക്ഷെ ചീഫ് പറഞ്ഞാൽ എല്ലാവരും അനുസരിക്കും. അതേപോലെ ഇത് അവരുടെ ഒരു നീഡ്സ്,
അവർക്ക് വേണത് കുട്ടികളെ പഠിപ്പിക്കണമെങ്കിൽ ഒരു പിന്നെ ജീവിതത്തിൽ അത്രയും കാലത്തിനിടയ്ക്ക് ഒരുപാട് മനുഷ്യർ അതിലെ പോയിട്ടുണ്ട്. ഒരാളും ചോദിക്കാത്തൊരു കാര്യം ഞങ്ങളോട് ചെന്ന് ചോദിച്ചു, നമുക്കൊരു സ്കൂൾ ഉണ്ടാക്കുകയല്ലേ എന്നുള്ളത്. പക്ഷെ ഞങ്ങൾ ഓൾറെഡി അവരോട് പറഞ്ഞും ചെയ്തു, ഞങ്ങൾ ഒരു ഓർഗനൈസേഷനോ അല്ലെങ്കിൽ NGOs മാതിരിയൊന്നുമല്ല. അപ്പം ആഫ്രിക്ക എന്ന് പറയുമ്പോൾ ഇഷ്ടംപോലെ NGOs ഉണ്ട്. അപ്പോൾ NGOs ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് വീഡിയോ എടുക്കുമ്പോൾ വരുന്നത് നമ്മുടെ ഈ NGOസിനെ പോലെ തന്നെയാണ് ഇഷ്ടംപോലെ ഫണ്ട് നമ്മുടെ കയ്യിലുണ്ടാകും, നമ്മൾ കൊണ്ടുപോയി ഇറക്കുന്നുള്ള ചിന്താഗതി. അപ്പോൾ ഞങ്ങൾ അവരോട് പറഞ്ഞു, അങ്ങനെ പൈസ എൻ്റെ അടുത്തില്ല, ഞാൻ ഇന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ, പക്ഷേ നിങ്ങൾ പണിയെടുക്കണം, നമ്മൾ വാളണ്ടിയർ വർക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങളൊരു 30 വർഷം മുമ്പ് കേരളത്തിൽ ഞങ്ങളുടെ വില്ലേജുകളൊക്കെ ഈ ഒരു അവസ്ഥയിലായിരുന്നു. ഞങ്ങൾ ഇതേപോലെ ഞാൻ ശരിക്കും അതിന് ഓല മേഞ്ഞ വീട്ടിൽ, തേക്കാത്ത വീട്ടിൽ, ചാണകം മെഴുകിയ വീട്ടിൽ കിടന്നുറങ്ങിയത്. അപ്പോൾ ഞാൻ പറയും, എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ ഈ ഒരു സിറ്റുവേഷനിൽ ജീവിച്ച് വന്ന ഒരാളാണ്. എനിക്കൊരു 32 വയസ്സായിട്ടുള്ളൂ. ആ സമയത്ത് എനിക്ക് 30 വയസ്സുള്ളൂ. അപ്പോൾ ആ സമയത്താണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇത്ര ഏജിനുള്ളിൽ ഞാൻ അവിടുന്ന് ഗ്രോ അപ്പ് ചെയ്ത് വന്ന് ഞങ്ങളുടെ വീട് ഇപ്പോൾ നല്ലൊരു നിലയിലെത്തി ഞങ്ങൾ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്കൂൾ പണിയുന്നത് എൻ്റെ വീട് പണി നടക്കുക. ഞാനൊരു വീട് പണിയുന്നത്, അപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ ഫോട്ടോയും പണിയാൻ പോണ വീടിൻ്റെ ഫോട്ടോയും പറഞ്ഞാൽ ഞാനിത് പണിയാണ്, ഈ എൻ്റെ ഏജിൽ ഞാൻ അത്രയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ കാലത്ത് ഞങ്ങൾ സ്കൂളുകൾ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെല്ലാം കൂടിച്ചേർന്നിട്ട് ഗ്രാമത്തിലെ ഒരു ക്ലബ്ബുകളുണ്ടാവും, ക്ലബ്ബുകളോ അല്ലെങ്കിൽ അവിടുത്തെ കൂട്ടായ്മകളെല്ലാം അവിടെ കൂടിയിട്ടാണ് ഞങ്ങൾ ഈ വോളണ്ടിയർ വർക്ക് ചെയ്യുന്നത്. ഫ്രീ ആയിട്ട് എല്ലാവരും കൂടെ കൂടി ഓരോ കാര്യങ്ങൾ ചെയ്യും. പൈസ ഉള്ള കാര്യം അവർ പൈസ സംഭാവനയായിട്ട് കൊടുക്കും അതിനകത്ത്. അങ്ങനെ ആൾക്കാർക്ക് ശരീരം കൊണ്ട് പറ്റുന്ന അങ്ങനെ ചെയ്യും. അപ്പോൾ ഞങ്ങൾ നിങ്ങളെ കൊണ്ട് പറ്റാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഞങ്ങളെ കൊണ്ട്. അത് വലിയൊരു ഫണ്ടല്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ മാക്സിമം എഫേർട്ട് ഇടുക. നിങ്ങൾ ഇത്രയും വില്ലേജസ് ഉണ്ട്, അപ്പോൾ ഈ ഇത്രയും 100-100ഓളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ഈ ഇത്രയും 100 കുട്ടികളോ? 100 കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. അതിലാണ് 100 കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ സിറ്റുവേഷൻ നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു, നിങ്ങളെല്ലാവരും കൂടി കൂടിച്ചേർന്നാൽ നടക്കും. അപ്പം അവർക്കൊരു ആദ്യമായിട്ട് പറഞ്ഞൊരു ഐഡിയ ആണ്, വോളണ്ടിയർ വർക്ക് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് സ്കൂൾ ഉണ്ടാക്കാൻ പറ്റും, ഇങ്ങനെ നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവർക്ക് കാണിച്ചു കൊടുക്കുന്നത് നമ്മുടെ ഇപ്പോൾ ഡെവലപ്പ് ചെയ്യുന്ന സ്കൂളിനെയാണ്. ഞങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ 30 വർഷത്തിനുള്ളിൽ ഇങ്ങനെ ഉണ്ടായിരുന്ന സ്കൂളുകളൊക്കെ ഞങ്ങളുടെ നാട്ടിലിപ്പോൾ ഒരു ഹൈടെക് ലെവലിലേക്ക് മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ആളുകൾ എഫേർട്ട് എടുക്കുകയും അത് കഴിഞ്ഞിട്ട് ഗവൺമെൻറ് സപ്പോർട്ടും കാര്യങ്ങളെല്ലാം വന്നപ്പോഴാണ് മാറ്റങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം എടുക്കേണ്ട എഫേർട്ട് എന്ന് പറയുന്നത് നമ്മൾ സ്വന്തമാണ്. നമ്മൾ നമ്മുടെ വില്ലേജിൽ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോഴാണ് അടുത്ത മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അതിനകത്ത് അതിൻ്റെ ഒരു ഫോളോ സ്കൂളിൻ്റെ ഒരു തറ ഉണ്ടെങ്കിലേ അതിന് മുകളിലേക്ക് പണിയാൻ പറ്റുള്ളൂ. ഈ പറഞ്ഞ സ്ഥലമില്ലേ, അത് ശരിക്കും ഈ ട്രൈബൽ ഏരിയ. ചീഫ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മുടെ നാടുകളിൽ മൂപ്പൻ എന്ന് പറയും. സെയിം ഒരു മൂപ്പന്മാരാണുള്ളത്. അവരാണ് എല്ലാം തീരുമാനിക്കുന്നത്. അപ്പൊ അവരൊരു ജനാധിപത്യ രാജ്യം തന്നെയാണ്. അല്ല അങ്ങനെയല്ല, ആ ഒരു പ്രദേശത്ത് നമ്മുടെ നാട്ടിലും ഇപ്പൊ സ്ഥലം ഒരുപാട് സ്ഥലം ഉണ്ടാവും. ചീഫിന് അണ്ടറിലായിരിക്കും സ്ഥലം മൊത്തം. ചീഫാണ് ആളുകൾക്ക് സ്ഥലം കൊടുക്കുക. അപ്പോൾ നമ്മളവിടെ ചെയ്യണമെങ്കിൽ നമ്മൾ ചീഫിനെ പോയി കാണും. എനിക്കൊരു വീട് വെക്കാൻ കുറച്ച് സ്ഥലം വേണമെന്ന് പറഞ്ഞാൽ ചീഫ് പറയും. ചിലപ്പോൾ ചീഫിന് ഇപ്പോൾ ഒരു 100 ഏക്കർ സ്ഥലം ഉണ്ടാവും, അപ്പോൾ അതിനകത്ത് കുറച്ച് സ്ഥലം തരാം, നിങ്ങളവിടെ വീട് വെച്ചോളൂ എന്ന് പറഞ്ഞ് കൊടുക്കും. അങ്ങനെ ആളുകൾക്കെല്ലാം ചീഫാണ് കൊടുക്കുക. അവിടെ എന്ത് കാര്യം നടക്കണമെങ്കിലും ചീഫ് തീരുമാനിക്കും. അല്ല, ചീഫ് എന്ന് പറയുന്ന ആൾക്ക് വിദ്യാഭ്യാസം വേണം, അല്ലെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങൾക്ക് അത് കിട്ടണം എന്നുള്ളൊരു അങ്ങനെ എല്ലാ ചീഫ്മാർക്കും അത് ഉണ്ടാവില്ല. നല്ല ചിന്താഗതിയുള്ള ചീഫാണെന്നുണ്ടെങ്കിലാണ് ആ വില്ലേജ് വികസിക്കുകയുള്ളൂ. ചീഫ് അത്രമാത്രം എഫേർട്ട് ഇടുകയും നിങ്ങൾ പോകണം അവിടെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അവർക്ക് സ്ട്രിക്റ്റ് ആയിട്ടൊരു ഓർഡർ കൊടുക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഉള്ളൊരു ചീഫാണെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളവിടെ നിന്ന് ചീഫുമാരൊക്കെ നമ്മൾ ആ സമയത്ത് ആദ്യമായിട്ട് വരികയാണ്, അവരങ്ങനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. പിന്നെ ആ സമയത്ത് ആ വില്ലേജിലെ ആൾക്കാരെ കുട്ടികൾ മഴയത്തും വെയിലത്തൊക്കെ മരത്തിൻ്റെ ചുവട്ടിൽ പഠിക്കുന്ന സിറ്റുവേഷനായിട്ട് അവരെ സംബന്ധിച്ചോളം സ്കൂൾ എന്നുള്ളത് അവരുടെ ഒരു സ്വപ്നമായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഇനിഷ്യേറ്റീവ് എടുക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അവരതിന് വേണ്ടി റെഡിയായി. നമ്മൾ ഒരു പ്ലാനൊക്കെ വരച്ച് നമ്മുടെ സ്കൂളിൻ്റെ പണി തുടങ്ങി. തറ കെട്ടലൊക്കെ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് സക്സസ് ആവും. അപ്പോൾ ഞങ്ങൾ തറ മുതലേ ഞങ്ങൾ എന്ത് ചെയ്തു, സിമെൻറ്റിൽ തന്നെ ചെയ്യാൻ തുടങ്ങി. സിമെൻറ്റൊക്കെ മേടിച്ചു വന്നു. അപ്പോൾ സിമെൻറ്റൊക്കെ വന്നപ്പോഴത്തേക്കും ആൾക്കാർക്ക് ആവേശമായി. നമ്മൾ വിചാരിച്ച മാതിരിയല്ലേ ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ സർവേറെ കൊണ്ടുവന്നിട്ടാണ് ഞങ്ങൾ അതിൻ്റെ പ്ലാൻ കുറ്റിയടിക്കുന്നത്. പക്ഷെ അതായത് വെറുതെ കുറ്റിയടിച്ചില്ല. ഞങ്ങൾക്ക് കമ്പനിയിൽ അറിയുന്ന ആൾക്കാരുണ്ട്, അപ്പോൾ അവരെ കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് സപ്പോർട്ട് ചെയ്ത് കുറ്റിയടിപ്പിച്ചു. അപ്പോഴത്തേക്കും ഇവർക്ക് ഭയങ്കര ആവശ്യമായി. നമ്മൾ കുറച്ചുകൂടെ പ്രൊഫഷണലി ഇത് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും വില്ലേജസിന് മൊത്തം ആക്റ്റീവായി എല്ലാവരും. പിന്നെ ഞങ്ങൾ പതുക്കെ മണലും സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് ഇവർ പുഴയിൽ നിന്ന് കുറച്ച് മണൽ കോരി വെക്കും. അത് ഞങ്ങൾ വണ്ടി കൊടുത്ത് കൊണ്ടുവരും. ഞങ്ങളെപ്പോഴും പറയും, മാൻ പവർ മാക്സിമം യൂസ് ചെയ്യണം. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം മൊത്തം നിങ്ങൾ ചെയ്യണം. നിങ്ങൾക്ക് പറ്റാത്തൊരു കാര്യം മാത്രമേ നമ്മൾ പൈസ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ പുഴയിൽ മണൽ കോരി വെക്കും, വണ്ടി വിടും, വണ്ടീൻ്റെ പൈസ ഞങ്ങൾ കൊടുക്കും. അങ്ങനെ കട്ട ഇവരെടുത്ത് കട്ടയൊക്കെ ഇവർ തലയിലേറ്റി കൊണ്ടുവരും. ഇച്ചിരി ദൂരമൊക്കെ ഉണ്ട് ഉണ്ടാക്കി വെച്ചാൽ, അന്നൊക്കെ ആൾക്കാരെല്ലാം കൂടെ കൂടി കൊണ്ടുവരും. അപ്പോൾ ആദ്യത്തെ ദിവസം പണിയുന്ന സമയത്ത് ഞങ്ങൾ വന്നു സ്റ്റാർട്ട് ചെയ്യാൻ പോകണമെന്ന് പറയുന്ന സമയത്ത് ചെറിയ കുട്ടികൾ, ആ സ്കൂളിൽ പഠിക്കുന്ന 1ാം ക്ലാസ്സിലെ കുട്ടികളടക്കം കട്ടയൊക്കെ എടുത്തുകൊണ്ട് വരുന്നൊരു സീനുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞു, എടുക്കരുത്, നിങ്ങൾ എടുക്കരുത്, കാരണം നമ്മളിത് വീഡിയോ എടുക്കുന്ന സമയം. അപ്പോൾ ഞങ്ങൾ പറയും, വീഡിയോയിലൊക്കെ വരുന്നതാണ്, ഇത് നിങ്ങളെ കൊണ്ട് ബാലവേല ചെയ്യിച്ചു എന്ന് പറഞ്ഞാൽ അടുത്ത നമ്മൾ അറിയാമല്ലോ, നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ചെറിയ സാധനം കിട്ടും, എന്തിനാണ് നമ്മളെ വിമർശിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ. അപ്പം
ചെയ്യരുതെന്ന് പറഞ്ഞിട്ടും അവരുടെ ഒരു കുട്ടികൾ എത്ര പറഞ്ഞാലും കേൾക്കാതെ അവർക്ക് ടീച്ചേഴ്സ് പറഞ്ഞിട്ടൊന്നുമില്ല. അവരെ സംബന്ധിച്ചോളം സ്കൂൾ ഉണ്ടാക്കുക എന്നുള്ളത് കാരണം വലിയൊരു തറ കെട്ടാനുള്ള ഫൗണ്ടേഷൻ നമ്മൾ ഉണ്ടാക്കി ചെയ്യുകയാണ്. അപ്പോൾ അവർ വിചാരിച്ച് ചെറിയൊരു ബിൽഡിംഗ് ഞങ്ങൾ വിചാരിച്ചെടുത്ത് 4 ക്ലാസ് റൂമുള്ള അത്യാവശ്യം വലുപ്പമുള്ള, ഞങ്ങൾ വിചാരിച്ചൊരു 50 കുട്ടികൾ 60 കുട്ടികളെങ്കിലും ഇരിക്കാൻ പാകത്തിനുള്ള ക്ലാസ് റൂം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അപ്പോൾ അത് എൻ്റെ തറപ്പണി തുടങ്ങിയപ്പോൾ തന്നെ കുട്ടികളും ഒക്കെ ഭയങ്കര ആക്റ്റീവായി. കുട്ടികൾ കട്ടെടുത്ത് വരുന്നു അങ്ങനെ ഭയങ്കര കുറച്ച് ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നടന്നു. തുടക്കം എല്ലാവരും ഭയങ്കര ആക്റ്റീവായിരുന്നു. സിമെൻറ്റും കാര്യങ്ങളൊക്കെ വെച്ച് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ കുട്ടികളുടെ ഒരു ഇടപെടൽ അത്രമാത്രം, കുഞ്ഞു കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു കട്ടയെടുത്ത് നടന്നു പോകാനുള്ള കഴിവില്ലാത്ത കുട്ടികളെ അതിലുള്ള ഒരു കുഞ്ഞ് കട്ടയെടുത്ത് വരികയാണിപ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ നമ്മൾ പോയാൽ അതല്ല വേണ്ടത്, കുറച്ചും കൂടെ മനോഹരമായ സ്കൂൾ ഉണ്ടാക്കണം എന്നുള്ളത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ കൂടെ പഠിച്ചാണ് ആഷിഫ് എന്ന്, ദുബായിൽ വർക്ക് ചെയ്യുന്നത് ആഷിഫ്. അപ്പോൾ ആഷിഫിനോട് ഞാൻ വിളിച്ചത് പറഞ്ഞു, ആഷിഫെ ഞാൻ ആഫ്രിക്കയിലെ കുട്ടിക്ക് വേണ്ടി ഒരു സ്കൂൾ ഉണ്ടാക്കുന്നുണ്ടാ, അപ്പോൾ ചിലപ്പോൾ ഞാൻ എവിടെയും സ്റ്റക്കായി പോയി കഴിഞ്ഞാൽ എനിക്കതൊരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ച സ്കൂൾ എനിക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഞാൻ കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്തിട്ട് നല്ലൊരു സ്കൂൾ ഉണ്ടാക്കാമെന്ന ലക്ഷ്യത്തേക്ക് പോവുകയാണ്. എവിടെയെങ്കിലും ഞാൻ സ്റ്റക്കായി പോയി കഴിഞ്ഞാൽ ഞാൻ നിന്നൊന്ന് വിളിക്കും, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നതാണ്. അപ്പം എവിടെയെങ്കിലും സ്റ്റക്ക് ആവേണ്ട ആവശ്യമൊന്നുമില്ല, നിനക്ക് എന്താവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോ, അതിന് ഫുൾ സപ്പോർട്ടായിട്ട് ഞാനുണ്ടെന്നാണ്. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കെന്നത്ത് ഒരു എഞ്ചിനീയറാണ്. അപ്പോൾ കെന്നത്തിനോട് അപ്പോഴാണ് ഞാൻ പറയുന്നത്, കെന്നത്തെ അങ്ങനെ ഒരു പരിപാടി ഉണ്ട് സ്കൂൾ, അപ്പോൾ ഞാൻ അവൻ്റെ പ്ലാനൊക്കെ ഇങ്ങനെയാണ് എൻ്റെ പ്ലാൻ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എത്ര ബ്രിക്സ് വേണ്ടിയും കാര്യങ്ങളൊക്കെ അവനോട് സംസാരിച്ചു. അവൻ അതിനുള്ള ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് എനിക്ക് പറഞ്ഞു തന്നു. അപ്പോൾ എന്താ റെഡി? അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ വരുന്ന വഴിക്കാൻ സ്കൂൾ കാണാറില്ലടാ, അപ്പോൾ അവിടെ സ്കൂൾ നിർമ്മിക്കാനുള്ള പരിപാടിയാണ് പ്ലാൻ ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ തുടങ്ങി. അപ്പോൾ എടാ ഞാനും ഉണ്ട്, എന്തായാലും നമ്മളിങ്ങനെ ജീവിച്ച് മരിച്ചിട്ടൊന്നും കാര്യമില്ല, എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോകണം, അപ്പോൾ ഞാനും കൂടെ കൂടാ അതിനകത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലടാ ഞങ്ങൾ ഫിനാൻഷ്യലി അങ്ങനെ സപ്പോർട്ടൊന്നും വേണ്ട. പറഞ്ഞില്ല, എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഞാനും കൂടാം, എന്തായാലും എന്നെ കൂട്ടണം, പിന്നെ ഞാനുണ്ടെന്നുള്ള അവനെ ഉറപ്പിച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഞങ്ങളിങ്ങനെയാണ് ചെയ്യുന്നത്, പക്ഷേ നമുക്ക് പതുക്കെ ചെയ്യുക, പിന്നെ പൈസയ്ക്ക് എന്തെങ്കിലും ഷോർട്ടേജ് വരികയെ എനിക്കിത് ചെയ്യാൻ പറ്റാതെ വരിക ചെയ്താൽ ഞാൻ നിങ്ങളോട് ചോദിക്കാം, അപ്പം നിങ്ങളെ 3 പേരും കൂടെ കൂട്ടാന്ന് പറഞ്ഞാൽ അവരെ 3 പേരെയും കൂട്ടി. അപ്പോൾ കെന്നത്തിനെന്ന് പറഞ്ഞാൽ വീഡിയോ ഒന്നും വരാൻ ഒരു താല്പര്യമില്ലാത്തത്, മിക്കവാറും വീഡിയോ ഒന്നും കെന്നത്തില്ല. പിന്നെ പല ഇൻ്റർവ്യൂസിലൊക്കെ ഞങ്ങൾ വലിച്ചു കൊണ്ടുവന്നിരുത്തിയൊക്കെ അങ്ങനെ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ വീഡിയോ എടുത്തു തുടങ്ങിയതിന് ശേഷമാണ് സ്കൂൾ എന്നുള്ള ഐഡിയ വന്നത്. സ്കൂളിന് വേണ്ടിയിട്ട് പിന്നീട് ഈ യൂട്യൂബിൻ്റെ വരുമാനം ഉപയോഗിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ബ്ലാൻഡേറിൽ നിൽക്കുന്ന സമയത്ത് തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരുന്നു. അതായത് എൻ്റെ കൂടെ ഈ വില്ലേജ് സിറ്റിയിലാണ് ഞങ്ങൾ താമസിച്ചത്. അപ്പോൾ വില്ലേജിലെ പിള്ളേർ ഇങ്ങനെ പണി കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ജോലിയിലെ സമയത്ത് എന്നോട് ഇങ്ങനെ വർത്തമാനം പറയും. അപ്പോൾ ഞാൻ ഇവരെ വില്ലേജിലെ വിശേഷങ്ങളൊക്കെ ചോദിക്കും, എങ്ങനെയാണ് ഇവർ സിറ്റിയിൽ വന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു ഒരു കാര്യം എൻ്റെ കൂടെ വാ നമുക്കൊരു നാട്. അപ്പോൾ ഞങ്ങൾക്ക് കമ്പനി ഒന്നും വണ്ടിയൊന്നുമില്ല, അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വില്ലേജിൽ പോകാൻ വണ്ടിയൊന്നും തരുന്നില്ല. അപ്പോൾ ഞങ്ങൾ സൈക്കിളുണ്ട്, ഞങ്ങൾ മോർണിംഗ് വാക്കിനൊക്കെ വേണ്ടി സൈക്കിൾ മേടിച്ചിട്ടുണ്ട്. ഈ സൈക്കിൾ ഉപയോഗിച്ച് ഞാൻ ഇവൻ്റെ കൂടെ ഒരു ദിവസം വില്ലേജിലേക്ക് ഒരു 30 കിലോമീറ്റർ ഉണ്ട്, 30 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടി ഞാൻ ഇവനും കൂടെ പോയി എൻ്റെ വില്ലേജ്. ആ വില്ലേജിൽ പോയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ മലാവിയിലെ ആളുകളുടെ ജീവിതം എന്താണെന്ന് ഞാൻ നേരിട്ട് കാണുന്നത്. നമ്മളെ കാണുമ്പോൾ കുട്ടികളുടെ ഒരു സന്തോഷം, നമ്മളെ തൊട്ട് നോക്കാൻ. അപ്പോൾ നമ്മളിവിടെ ആൾക്കാർ അവരെ വില്ലേജിൽ ചെല്ലുക, അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നത് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പോൾ ഞങ്ങൾ പോയി കുറച്ച് ജ്യൂസും ബ്രെഡൊക്കെ വാങ്ങി ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ വില്ലേജിലും പോയി അപ്പോൾ ആളുകൾ തലയിൽ വെള്ളം ഏറ്റിക്കൊണ്ട് വരുന്നു കുറേ ദൂരം. അപ്പോൾ ഞാൻ നമ്മുടെ സിനിമയിൽ കണ്ട പണ്ടത്തെ ഇങ്ങനെ പമ്പ് ചെയ്യുന്ന അതൊക്കെ എനിക്കിങ്ങനെ അപ്പോൾ നമ്മുടെ മനസ്സിലിങ്ങനെ ഓർമ്മ വരും, പണ്ട് നമ്മുടെ നാട്ടിൽ നടന്ന അതേ സിറ്റുവേഷൻസ്. എത്രയോ വർഷം 30 വർഷം ബാക്കിലിരിക്കും നമ്മൾ. അപ്പോൾ ഞാൻ കണ്ട കാഴ്ചകളാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഏകദേശം എന്തായാലും ഒരു 30 വർഷം പുറകിലാണ് മലാവി നിൽക്കുന്നത്, വില്ലേജുകൾ കേട്ടോ. എപ്പോഴും അപ്പോൾ കാണുന്ന ചില ആൾക്കാർ മലാവിൻ്റെ വീഡിയോ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് സിറ്റി ആയിരിക്കും കാണണ്ടാവുക. എപ്പോഴും എല്ലാവരും പുറത്തേക്ക് കാണിക്കുന്നത് അപ്പോൾ സിറ്റികളും ഡെവലപ്പായ ഏരിയകളാണല്ലോ. അപ്പോൾ നമ്മൾ ഇന്ത്യ ആണെങ്കിൽ കൂടി അങ്ങനെ കാണിക്കുള്ളൂ, നമ്മൾ നമ്മുടെ ഡെവലപ്ഡ് കാണിക്കുള്ളൂ. ഇപ്പോൾ ബാംഗ്ലൂർ അതിൻ്റെ അത് കാണിക്കത്തില്ല ഒരിക്കലും. അപ്പോൾ അതുപോലെ തന്നെ എല്ലായിടത്തും. അപ്പം ഞങ്ങൾ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് പിറ്റേ ദിവസം തന്നെ അത് വെച്ച് വന്ന് എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഇങ്ങനെയാണ് അവസ്ഥ അവിടെ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ 1-2 പേരും കൂടെ കൂടിയിട്ട് കുറച്ച് മെയ്സ് ഇവരെ പൊടിയുണ്ട് മെയ്സ്. അപ്പോൾ ഈ വില്ലേജിൽ പോകുന്ന സമയത്ത് ആൾക്കാർ ഞാൻ ചോദിച്ചു അവരുടെ അവസ്ഥ എന്താണെന്നൊക്കെ. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾ ചില സമയത്ത് ഒരാഴ്ച പോലും ഫുഡ് കിട്ടാത്ത അവസ്ഥ, ഫുഡ് ഷോർട്ടേജിൻ്റെ ഒരു സമയം വരും. കാരണം ഇവർ മഴേനെ മാത്രം ഉദ്ദേശിച്ച് കൃഷി ചെയ്യുന്ന ആൾക്കാരാണ്. മഴയാണ് ഇവരെ പ്രധാനം. മഴയില്ലെങ്കിൽ പിന്നെ ഡ്രൈ ആയി കിടക്കുക ലാൻഡ് മൊത്തം. കാരണം വെള്ളം കൊണ്ടുവന്ന് കൃഷി ചെയ്യാനുള്ള സംവിധാനമില്ല, അതിൻ്റെ ഐഡിയ അവർക്കില്ല. അപ്പോൾ ഞങ്ങൾ അടുത്ത പ്രാവശ്യം ഒന്നുകൂടെ പോകണമെന്ന് എനിക്ക് ആഗ്രഹമായി, എന്തായാലും പോകണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് യൂട്യൂബ് ചാനൽ ഐഡിയ ഉണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അറിയോ, യൂട്യൂബ് ചാനൽ വീഡിയോ എടുക്കുക, ഇടുക, അപ്പം തന്നെ പൈസ വരും, ഇതുകൊണ്ട് അടുത്ത പ്രാവശ്യം പോയി സാധനം മേടിക്കുക, വീണ്ടും കൊടുക്കുക, അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി. എനിക്കറിയില്ല യൂട്യൂബ് മേക്കർ ഒന്നും അറിയില്ല. അപ്പോൾ തന്നെ ഞാനൊരു പിറ്റേ ദിവസം പോണതിന് മുമ്പ് അടുത്ത സൺഡേ ചെറിയൊരു വ്ളോഗ് എടുത്തു. അപ്പോൾ തന്നെ എനിക്കറിയാം നമ്മളൊരു വീഡിയോ എടുത്തിട്ട് നേരെ വില്ലേജിലേക്ക് പോയി ആൾക്കാർ കാണാൻ സാധ്യത ഉണ്ടാവില്ല. അപ്പോൾ ഞാനത് ചെയ്തു,
ഒരു വീഡിയോ എടുത്തിട്ട് ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ വെൽക്കം, എൻ്റെ എൻട്രോ കണ്ടാൽ തന്നെ അറിയാം. അതിന് പറയുന്നുണ്ട് ആളുകളുടെ വില്ലേജിലെ ആളുകളുടെ ജീവിതം ഒക്കെയാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്, അവിടുത്തെ ഭക്ഷണ രീതി എങ്ങനെയാണ്, അവരെങ്ങനെ ജീവിക്കുന്നു, ഇതൊക്കെയാണ് എൻ്റെ വീഡിയോസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഇൻട്രോ കൊടുത്തു. ആരും കാണാനൊന്നുമില്ല, ഇൻട്രോ ഒന്നും ആകെ നമ്മുടെ അയച്ചു കൊടുക്കുന്ന ഈ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ഫാമിലി ആൾക്കാരൊക്കെ കാണും. പിന്നെ നമ്മൾ വില്ലേജുകളിലേക്ക് പോകുന്ന തുടങ്ങി. വില്ലേജിൽ പോകുന്ന സമയത്ത് ആകെ കുറഞ്ഞ ആൾക്കാർ അതൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ അല്ലല്ലോ, ആളുകളെ സംബന്ധിച്ചോളം ഒരു എൻ്റർടൈൻമെൻറ്റ് അതിനകത്തൊന്നും കാണാനില്ല. കുറേ ആൾക്കാർ ജീവിതം എങ്ങനെ കാണും, അതെന്ത് കാണാനാന്ന് കരുതി നമ്മൾ വീഡിയോ ഇടും. അപ്പോൾ എനിക്ക് മനസ്സിലായി യൂട്യൂബിൽ വലിയ കഥയൊന്നും ചെയ്യാൻ പോകണമെന്നില്ല. അപ്പോൾ ഞാൻ മനസ്സിലിങ്ങനെ വിചാരിച്ചു നല്ലൊരു ജോലിയാണ്, അല്ലെങ്കിൽ നല്ലൊരു അപ്പോൾ അത്ര വലിയ സാലറി ഒന്നുമില്ല. അപ്പോൾ നല്ലൊരു സാലറി കിട്ടുകയാണെങ്കിൽ എൻ്റെ സാലറിൻ്റെ ഒരു ഭാഗം ഞാൻ എന്തായാലും ഇവർക്ക് വേണ്ടി മാറ്റി വെക്കണം. അപ്പോഴും ഒരു അന്നേരം തീരുമാനിച്ചു കിട്ടുന്ന കുറച്ചാണെങ്കിലും അതിനൊരു ചെറിയ സാലറി എന്തായാലും മാറ്റി വെക്കും, അത് വെച്ച് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹമായി. അങ്ങനെ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്തു പോയി. അപ്പോൾ സമയത്ത് കൊറോണ വന്നു. എനിക്കൊന്ന് 1-2 വീഡിയോ എടുത്തിട്ടുള്ളൂ. അതിൽ തന്നെ ഒരു വീഡിയോ ഏറ്റേ ഉള്ളൂ, വില്ലേജിൻ്റെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടി ഒരു യാത്ര പോയതിൻ്റെ വീഡിയോ, അങ്ങനെ 1-2 വീഡിയോസിൽ അതിങ്ങനെ നിന്നത്. കൊറോണയായി. കൊറോണ സമയത്ത് ഞാൻ ക്വാറൻറ്റൈൻ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് ഒരു കോള് വരുന്നത്. മലാവിലെ നമ്പർ 1 കമ്പനിയാണ്. അപ്പോൾ ആ കമ്പനിയിൽ നിന്ന് എനിക്ക് കോള് വരികയാണ്, ഇങ്ങനെ അരുൺ നമ്മുടെ കമ്പനിയിൽ വേക്കൻസി ഉണ്ട്, താല്പര്യമുണ്ടോ വരാനെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കരുതി അങ്ങനെ ആ കമ്പനിയിലൊരു വേക്കൻസി അങ്ങനെ വരാറില്ല, ആളുകൾ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ അവിടേക്ക് നമ്മളെ ഒരു നമുക്ക് ഇങ്ങോട്ടൊരു സാധ്യതയുണ്ട് അവിടെ എന്ന് പറഞ്ഞിട്ടൊരു കോള് വരുന്ന സമയത്ത് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു നിമിത്തമായിരിക്കും, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യുന്നതുകൊണ്ടോ എന്തോ ആണ് അങ്ങനെ കിട്ടിയത് എന്നുള്ളൊരു മെന്റാലിറ്റി എനിക്ക് അപ്പം തന്നെ. അരുൺ പറഞ്ഞല്ലോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ പൈസ ഞാൻ ഇവർക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി കോള് വരുവാണ്. അതായത് അരുണിനെ കൊണ്ടും സുമിയെ കൊണ്ടുള്ള കാര്യങ്ങൾ അവിടെ സ്കൂൾ കൊടുക്കുക എന്നുള്ളത് തന്നെ അതന്നെ നല്ലതല്ലേ. ചില സമയം ഇങ്ങനെ പ്രകൃതി സൈൻ കാണിക്കുന്നത് അങ്ങനെ ഒരു സൈനാണ്. കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷം. കല്യാണം കഴിഞ്ഞിട്ട് ആഫ്രിക്കയിലേക്ക് തന്നെയാണോ പോയത് നേരെ? കല്യാണം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോൾ ആഫ്രിക്കയ്ക്ക് പോയി. പിന്നെ 3 വർഷം അവിടെ 3 വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. സുമിയുടെ നാടും വീടിനടുത്ത് തന്നെയാ? ഞങ്ങളൊരു 15 കിലോമീറ്ററോ 10 കിലോമീറ്റർ വ്യത്യാസമുള്ളൂ. സുമിക്ക് എത്ര വയസ്സുണ്ട് ഇപ്പം? എനിക്കിപ്പോൾ 28. വേറെ ഒന്നുമല്ല കേട്ടോ, ഒരു നിങ്ങൾ ഒരു കല്യാണം കഴിച്ച ഉടനെ തന്നെ നിങ്ങളുടെ ലൈഫിലെ ഒരു നല്ല ടൈം, അതായത് ഹണിമൂണ് പോകണം അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ സ്നേഹിച്ച് കിട്ടിയതാണോ? അല്ലല്ലോ, അറേഞ്ച്ഡാ. ഓക്കെ. അങ്ങനെയുള്ള ഫാമിലി, അങ്ങനെയുള്ളൊരു സമയത്ത് നേരെ ആഫ്രിക്ക എന്ന് പറഞ്ഞൊരു രാജ്യത്തേക്ക്, നമ്മൾ ആഫ്രിക്ക എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലല്ലേ വേറൊരു. എനിക്കറിയാം, ഞാൻ പണ്ട് നമ്മളൊരു സിനിമ ഉണ്ടല്ലോ, ഒരു ആഫ്രിക്കേന്റെ സിനിമ, നമ്മളെ പൃഥ്വിരാജും ബാബയൊക്കെ ഉള്ളേ, അത് കിടന്ന് ഉഷരാ ഇങ്ങോട്ട് ഒന്ന് കല്യാണം കഴിച്ച് വിടല്ലേ, അവിടേക്കൊന്നും പോവല്ലേന്ന് വിചാരിച്ചതാ. എവിടെ പോയാലും അങ്ങോട്ടൊന്നും നമുക്ക് അറിയില്ലല്ലോ, ഞാൻ കറക്റ്റ് അങ്ങോട്ട് തന്നെ എത്തി. അല്ല, ഞാൻ സുമിയുടെ വ്ളോഗ് കാണാറുണ്ട്. ലൈക്ക് ഇപ്പൊ ഇതിന്റെ കൂടെ നിൽക്കുമ്പോൾ സുമിയുടെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അരുൺ ഈ സ്കൂളിന് വേണ്ടി പണിയെടുക്കുമ്പോൾ അവിടുത്തെ കുഞ്ഞുങ്ങളെ ടീച്ച് ചെയ്യിക്കുന്നുണ്ടായിരുന്നു അല്ലേ, ചെറിയ രീതിയിൽ അവർക്ക് ഇംഗ്ലീഷ്. കാരണം അവർക്ക് ലാംഗ്വേജ് ഇല്ല, അവർക്ക് ആ ലാംഗ്വേജ് ഇവർക്ക് നന്നായിട്ട് പറഞ്ഞാൽ ഇവർ പലപ്പോഴും ഇവരുടെ സ്കൂളിൻ്റെ പണിയുടെ ഇടയ്ക്കും ഇവർ ടേക്ക് എന്ന് പറയുമ്പോൾ അവരെ അത് എടുത്ത് കാണിച്ചിട്ട് അങ്ങോട്ട് വെക്കണം, അതെങ്ങനെയാണ് അതവർക്ക് ടേക്ക് ആക്ഷൻ മനസ്സിലാവും. ആക്ഷൻ കാണിച്ചു കൊടുക്കുമ്പോഴാണ് അവർക്ക് അത് എന്താണെന്ന് മനസ്സിലാവും. അതായത് കമ്മ്യൂണിക്കേഷൻ നല്ല ബാരിയേഴ്സ് ഉണ്ട്, പക്ഷെ കമ്മ്യൂണിക്കേഷൻ ഒന്നും ഒരു തടസ്സം അല്ലെന്നുള്ളതാണ് ഇവരുടെ ലൈഫ് കൊണ്ട് മനസ്സിലാവുന്നത്. അപ്പം സുമി എങ്ങനെയുണ്ടായിരുന്നു? ഇപ്പം ചേട്ടൻ ഇങ്ങനെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് കൊണ്ടുവന്നു, എനിക്ക് വീട്ടിൽ ഇരിക്കണം, പക്ഷെ എന്താണെങ്കിലും ജോലിക്ക് പോകും. അപ്പോൾ ബാക്കിയുള്ള ടൈം എങ്ങനെയാണ് സ്പെൻഡ് ചെയ്തത് അവിടെ? ഈ ആളുകളോട് നമുക്കൊന്ന് മിണ്ടണ്ടേ? ഞാൻ ചെന്നപ്പോ ഞാനും ഞങ്ങളുടെ വീട്ടിലെ കുക്കും പിന്നെ ഒരു കാടൻ പോയും ഉണ്ട്, പിന്നെ ആ ഒരു മതിൽ കിട്ടും. ഞങ്ങൾ അത്രയും ഉണ്ടായിരുന്നു. രാവിലെ അരനായിട്ട് ജോലിക്ക് പോകും, വൈകുന്നേരമൊക്കെ ആകുമ്പോൾ, വൈകുന്നേരമല്ല കുറച്ചുകൂടി രാത്രിയും അപ്പോഴാണ് വരിക. അങ്ങനെ വെറുതെ എനിക്ക് പിന്നെ അരനേട്ടന്റെ കൂടെ ഗ്രാമത്തിൽ പോയി, പിന്നെ അവിടുത്തെ സിറ്റുവേഷൻസ് ഒക്കെ നമ്മളിങ്ങനെ കാണുമ്പോൾ പതിയെ അങ്ങനെ കൂടി അങ്ങനെയാണ്. ഇപ്പം അരുണെ നമ്മളുടെ ലൈഫിൽ നമുക്കൊരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പലരും എല്ലാവർക്കും റെഡിയാണ്, നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണ്, പക്ഷെ നമ്മുടെ സാഹചര്യം പിൻവലിക്കും. ഇപ്പോൾ സുമിയാണെങ്കിൽ കൂടിയും ഇങ്ങനെ ഒരു ജോലി കിട്ടിയിട്ട് അരുൺ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന് വിമർശനം, നിങ്ങൾക്കറിയാമല്ലോ. അതായത് ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊരു ക്രൗഡ് ഫണ്ടഡ് നടത്തിയിട്ടില്ല. ക്രൗഡ് ഫണ്ടഡ് നടത്തിയാൽ നാളെ നമ്മൾ അതിനൊരു ആൻസർ പറയേണ്ടി വരും. പിന്നെ അതിനൊരു മറുപടി പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഉള്ള തലവേദനയൊക്കെ ഞാൻ തലവേദനയാണ്. രണ്ടാമത്തത്, ഈ നമ്മൾ ഉണ്ടാക്കുന്ന കുഞ്ഞു കാശ് മറ്റൊരാൾക്ക് വേണ്ടി ചിലവാക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഇതല്ല ഇങ്ങനെയാണോ എന്നൊക്കെ സുമിക്ക് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ അവിടെ ഇത്തിരി പൈസ മതി,
ഇവിടെ ഇപ്പൊ 1000 എന്ന് പറയില്ലേ, അവിടെ 1000 വേണ്ട, കുറച്ച് പൈസ മതി. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. ഒരുപാട് പേരുടെ വിശപ്പാണെങ്കിലും അവരുടെ ഇപ്പം നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ ബുക്കും പെന്നൊക്കെ മേടിച്ചു കൊടുക്കുകയാണെങ്കിലും അതിനൊന്നും അധികം പൈസ വേണ്ട അവിടെ. നമ്മൾ ഇവിടുത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ, നമ്മുടെ പൈസ വെച്ച് നോക്കുകയാണെങ്കിൽ അത്ര പൈസ വേണ്ട. പിന്നെ എനിക്ക് അങ്ങനെ ഞാൻ അങ്ങോട്ടേക്ക് ചിന്തിച്ചിട്ടേ ഇല്ല അങ്ങനെ ഒരു ഭാഗത്തേക്ക്. ഞാൻ അറിഞ്ഞിട്ടിന്റെ കൂടെ പോകും, പിന്നെ കൂടെ അങ്ങനെ കൂടി കൂടി ഇങ്ങനെ പോയി എന്നല്ലാതെ ക്യാഷിനെ പറ്റിയൊന്നും അങ്ങനെ ചിന്തിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ. സുമി കണ്ട ഏറ്റവും വലിയ ഒരു നീഡ് എന്താണ്? നീഡ് എന്ന് പറഞ്ഞാൽ ആവശ്യം, ആ സ്ത്രീ അവരിൽ ഏറ്റവും കൂടുതൽ ഭക്ഷണമാണോ, ആഹാരമാണോ, വസ്ത്രമാണോ, പാർപ്പിടമാണോ, വിദ്യാഭ്യാസമാണോ? വിദ്യാഭ്യാസമാണ് എനിക്ക് ഏറ്റവും തോന്നിയിട്ടുള്ളത്. എന്താന്ന് വെച്ചാൽ അവിടെ പാരൻസിന് തന്നെ വിദ്യാഭ്യാസം കുറവാണ്. അപ്പോൾ അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ആ മക്കളെ ഇങ്ങനെ പഠിക്കണം എന്നുള്ളത് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ചില നേരത്തെ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഭക്ഷണം എന്ന് പറയുന്നത് അവർക്കൊരു നവംബർ ഡിസംബർ ആ ടൈമിലുള്ള ഒരു ഫുഡ് ഷോർട്ടേജേ വരുള്ളൂ. അതുവരെ അവർ സ്വന്തം അധ്വാനിച്ചുണ്ടാക്കിയ മെയ്സ് ഉണ്ടാകും, മത്തനുണ്ടാകും. ഓരോ സീസണിലും പ്രകൃതി അവർക്ക് ഓരോന്നും കൊടുക്കുന്നുണ്ട്. മെയ്സ് കഴിഞ്ഞാൽ മത്തനായിരിക്കും, മത്തൻ കഴിഞ്ഞാൽ തണ്ണിമത്തൻ, അതുപോലെ ഓരോരോ ഫ്രൂട്ട്സ് വരും. പിന്നെ മാങ്ങേന്റെ സീസൺ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ദൈവം കൊടുത്തൊരു സാധനമാണത്. അപ്പൊ ഭക്ഷണം കുറവുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയണത്. പക്ഷെ കൂടുതലും വിദ്യാഭ്യാസം കുറച്ചും കൂടി ഉണ്ടെങ്കിൽ എല്ലാവരും കുറച്ചുകൂടി ഡെവലപ്പ് ആവും. അങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നു. അവിടുത്തെ സ്ത്രീകളിൽ ഇപ്പം നമ്മൾ സ്ത്രീകളാണ്, നമ്മൾ സ്ത്രീകളെ കുറിച്ച് കുറച്ചുകൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. സ്ത്രീകളെയും കുട്ടികളെയും നമ്മൾ കുറച്ചുകൂടെ നോക്കും. നമ്മൾ പുരുഷന്മാരെ അങ്ങനെ ശ്രദ്ധിക്കില്ല. കാരണം അവർക്ക് എവിടെയും ഒരു സൊസൈറ്റി ഉണ്ടല്ലോ, മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റി നമ്മൾ പറയുന്ന ഒരു ഇതുണ്ട്. എങ്ങനെയുണ്ട് അവിടുത്തെ സ്ത്രീ പുരുഷ ഒരു അവരുടെ കൾച്ചർ എങ്ങനെയാണ് മലാവില്? ഒരു ഈക്വാലിറ്റിയാണ്, ജെൻഡർ ഈക്വാലിറ്റിയാണ്. ഇതിപ്പോ സ്കൂളിലാണെങ്കിലും പുറത്താണെങ്കിലും ജെൻഡർ ഈക്വാലിറ്റി ഉണ്ട് അവിടെ. നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് യൂണിഫോം പറഞ്ഞു. ഞങ്ങൾ സ്കൂൾ പണി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ആഗ്രഹം എന്ന് വെച്ചാൽ എല്ലാ കുട്ടികളും നമ്മുടെ നാട്ടിലെ പോലെ സ്കൂൾ യൂണിഫോമും ഷൂ ഇട്ട് നിർത്തണം എന്നുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് ഞങ്ങളുടെ സ്വപ്നം എന്ന് പറഞ്ഞാൽ പിന്നെ അതായി ഞങ്ങളുടെ ഗോൾ സെറ്റ്. സ്കൂളിൻ്റെ പണി കഴിഞ്ഞപ്പോഴുള്ള സെറ്റ്, സ്കൂളിൻ്റെ പണി ഞാൻ പറയാം. സ്കൂളിൻ്റെ സെറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളെ നമ്മുടെ നാട്ടിലെ ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ നടക്കുന്ന പോലെ ഷൂവും ഇട്ടിട്ട് സോക്സ് ഒക്കെ ഇട്ട് നിൽക്കണം. അത് എൻ്റെ ഭയങ്കര ആ ക്ലാസ് സ്കൂളിലെ മുഴുവൻ കുട്ടികൾ അങ്ങനെ നിൽക്കണം ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ യൂണിഫോമൊക്കെ ഒരു തയ്യൽക്കാരനെ കൊണ്ടുവന്ന് തുണി വാങ്ങി തയ്ക്കാനുള്ള പരിപാടി പ്ലാൻ ചെയ്തു. തയ്യൽക്കാരനെ സ്കൂളിൽ കൊണ്ടുവന്ന് എല്ലാ കുട്ടികളും അളവെടുത്ത് യൂണിഫോം എല്ലാം തയ്ച്ച് യൂണിഫോം പിന്നെ VKCൻ്റെ ഷൂ ഞങ്ങൾ ഏറ്റവും ക്വാളിറ്റിയുള്ള ഷൂ കൊടുക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ VKC അപ്പോൾ അവിടെ ഒരു ഷോപ്പൊക്കെ തുടങ്ങിയത്. അപ്പോൾ നമുക്ക് അറിയുന്നവരില്ല. അപ്പോൾ ഞങ്ങൾ ഏറ്റവും നല്ല ലോ പ്രൈസിൽ തന്നെ നമുക്ക് ഷൂ ഒക്കെ തന്നവർ നല്ല മാർജിൻ പ്രൈസ് നമുക്ക് ഷൂ ഒക്കെ തന്നു. അപ്പോൾ ആ എല്ലാ കുട്ടികൾക്കും ഷൂ അറേഞ്ച് കൊടുത്തു. എന്നിട്ട് ഞങ്ങൾ ഒരു അസംബ്ലി സെറ്റ് ചെയ്തു. അസംബ്ലി സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഈ കുട്ടികൾ നിൽക്കുന്നത് ഒരു ഭംഗിക്കാണ്. ആ പെൺകുട്ടികൾക്ക് പാവാടയും ഷർട്ടുമാണ്, ആ കുട്ടികൾക്ക് പാൻറ്റും ഷർട്ടുമാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു ലുക്ക് കിട്ടാൻ വേണ്ടി, അതൊരു ഓർമ്മയാണല്ലോ നമ്മളെ, നല്ല ഭംഗി ഇരിക്കാൻ വേണ്ടി കുട്ടികളെ ക്യൂ നിർത്താൻ വേണ്ടി ഞാൻ പെൺകുട്ടിയുടെ ഒരു ലൈനും ആകും പെട്ടെന്ന് ടീച്ചർ അടയുന്നുണ്ട് ചെയ്യരുത്, പെട്ടെന്ന് തന്നെ ഞാൻ തന്നെ ഷോക്കായി അത് ചെയ്യരുന്നു. ഇവിടെ ഈക്വാലിറ്റിയാണ്, നിങ്ങൾ ഒരിക്കലും ജെൻഡർ ഈക്വാലിറ്റി ഉണ്ട്, ഒരിക്കലും കുട്ടികളെ സെപ്പറേറ്റ് ചെയ്യരുത്. പെൺകുട്ടികൾ ആൺകുട്ടികൾ നിങ്ങൾ ഹൈറ്റ് നോക്കിക്കോളൂ, പക്ഷെ ഒരു കാരണവശാലും അവരെ പിരിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞൊരു വീഡിയോ എടുക്കാൻ ചെയ്യരുത്. നിങ്ങൾ വീഡിയോ എടുക്കാനാണ് എന്താണ്, ഞങ്ങൾ ഒരിക്കലും അങ്ങനെ പറയാത്തൊരു സാറാണ്. പക്ഷെ ഞാനത് ചെയ്യാൻ പോയ സമയത്ത് അതുവരെ നിങ്ങളുടെ അടുത്ത് എല്ലാത്തിനും നമ്മൾ ഭയങ്കര റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. നമുക്ക് അത്രയും വാല്യൂ തരുന്നത് ആ സ്കൂൾ ഉണ്ടാക്കിയ ഞങ്ങളാണ്. ഞങ്ങൾ സ്കൂൾ ഉണ്ടാക്കിയതിന് ശേഷം വേൾഡ് വിഷൻ വന്ന അവിടെ വേൾഡ് വിഷൻ വന്ന സ്കൂളിന് ഒരു കിണർ കുത്തി കൊടുത്തു, ഒരു കുഴൽക്കിണർ അടിച്ചു കൊടുത്തു. അതുപോലെ തന്നെ COVID-19 ടീം കുറച്ച് UN ടീമാണ്. അപ്പോൾ അവരിങ്ങനെ പോണ സമയത്ത് ഇത് കണ്ട് അവർ നിർത്തിയിട്ട് ചോദിച്ചു ഇത് എന്താ സംഭവം എന്ന് ചോദിച്ച സമയത്താണ് പറഞ്ഞത് അപ്പം ഞങ്ങളുണ്ട് സമയത്ത് അവിടെ പണിയെടുക്കാൻ, ഞങ്ങൾ വെള്ളം എടുത്തുകൊണ്ടിരിക്കുക ഇങ്ങനെ. അപ്പോൾ അവർക്ക് തോന്നി ഒരു ഫോറിനർ വന്നിട്ട് ഇവിടെ ഇതിനകത്ത് മിങ്കിൾ ചെയ്യുന്നു. അപ്പോൾ അവർക്കൊരു ക്യൂരിയോസിറ്റി, ഞങ്ങളുള്ളപ്പോൾ അവർ ഇറങ്ങിയില്ല. പിന്നെ വന്നപ്പോൾ അവിടെ ഇറങ്ങി. അവർ ചോദിച്ചു എന്താണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരു വോളണ്ടിയറി വർക്കാണ് ഈ സ്കൂൾ നിർമ്മിച്ചത്. സ്കൂളിൻ്റെ പെയിൻറ്റഡിൻ്റെ ലെവലിലെത്തിയിരുന്നു ഞങ്ങൾ. അപ്പോൾ ഇങ്ങനെയാണ് ഈ സ്കൂൾ നിർമ്മിച്ചതെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊരു ക്ലാസ് റൂമിനുള്ള 2 ക്ലാസ് റൂം നിർമ്മിക്കാനുള്ള ഫിനാൻസ് ഞങ്ങൾ തരാമെന്ന് പറഞ്ഞു. അവരങ്ങനെ 2 ക്ലാസ് റൂം. ആ സമയത്ത് ഞങ്ങളുടെ കമ്പനി, ഞങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനി അടിപൊളി, അവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു ക്ലാസ് റൂമും ഒരു ഓഫീസ് റൂമും അടിപൊളി ഒരു ബിൽഡിംഗ് അവിടെ ഉണ്ടായിക്കോളും. ഞങ്ങളൊന്നും ഉദ്ദേശിച്ചില്ല. നിങ്ങളുടെ ഓഫീസ് അതായത് ഞങ്ങളുടെ കമ്പനി അതായത് ഇവരുടെ കമ്പനി ആദ്യമേ തന്നെ ഈ സൈറ്റിലേക്ക് വന്നപ്പോൾ തന്നെ ഇവർക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇവർക്ക് സ്കൂൾ എന്തെങ്കിലും നിർമ്മിക്കാം. അപ്പൊ അത് ഓൾറെഡി ഇവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് ലെവല് നല്ലൊരു സ്റ്റാഫ് റൂമും ഒരു ക്ലാസ് റൂമും. മലയാളി കമ്പനിയാണ്, ഓണർ മലയാളിയാണ്. അപ്പൊ ചെല്ലുന്നിടത്തെല്ലാം ചെറിയ രീതിയിൽ ചെറിയ ബ്രിഡ്ജുകൾ ഇങ്ങനെ ഒരു നമ്മൾ എന്തെങ്കിലും അവിടെ കൊടുത്തിട്ട് പോകും. സോഷ്യലായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്തു
പോകുന്നൊരു കമ്പനിയാണ്. അപ്പം ഓൾറെഡി ഞാനിത് തുടങ്ങിയ സമയത്ത് കമ്പനി ഓൾറെഡി എഗ്രി. അപ്പോൾ കമ്പനി അവർ സ്കൂൾ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല, പക്ഷേ നമ്മൾ എഗ്രി ചെയ്ത കാര്യം നമ്മൾ ചെയ്യണം. അപ്പോൾ നമുക്ക് അവിടെ ഒരു സ്കൂൾ ഉണ്ടാക്കണം. അപ്പോൾ ആ കമ്പനി വലിയൊരു ക്ലാസ് റൂം, നമ്മുടെ നാട്ടിലെ മലാവിൻ്റെ സ്റ്റാൻഡേർഡ് സൈസ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ് സൈസിലുള്ള വലിയൊരു ക്ലാസ് റൂമും ലൈക്ക് നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ പണ്ടൊക്കെ നമ്മുടെ സ്കൂളിൽ ഞാനൊക്കെ പഠിച്ച സ്കൂളിൽ ഇങ്ങനെ മറ്റേ ഈ സ്റ്റാൻഡില്ലേ അതായത് ഫുൾ ഇങ്ങനെ ഹാള്, ആ ഹാളിൽ സ്റ്റാൻഡ് ഇട്ടിട്ടാണ് 8A 9B അങ്ങനെ ഞങ്ങളും അങ്ങനെ തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്ന. അപ്പൊ ആ ഒരു അപ്പൊ അതുപോലെ അതിന് പിന്നെ പരിപാടി വരുമ്പോ അതെല്ലാം അത് സ്റ്റേജായി. അതുപോലെ സ്കൂൾ ഉണ്ടാക്കിയ സമയത്ത് നമ്മുടെ കേരള മോഡൽ എന്ന സ്കൂളിന്റെ പേര് കേരള ബ്ലോക്ക് എന്ന് കേട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പ്രത്യേകം നമ്മളെ പണ്ടത്തെ സ്കൂളുകളെ അറിയാലോ, ഫ്രണ്ടില് ഡോറൊന്നും ഉണ്ടാവില്ല. നമ്മൾ ജസ്റ്റ് ഒരു അതിനുള്ളിൽ കയറാൻ അര പ്ലേസ് മാത്രമേ ഉണ്ടാവും, ഒരു വരാന്തയും ഉണ്ടാവും. സെയിം സിറ്റുവേഷൻ. അപ്പോൾ അവർക്ക് അതുവരെ അവർക്ക് അത്ഭുതമായിരുന്നു കേട്ടോ. ഞങ്ങൾ ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഈ പോർഷൻ ഇങ്ങനെ കട്ട് ചെയ്ത് പോകുമ്പോൾ അപ്പോൾ ഇവരുടെ ഒരു ക്യൂരിയോസിറ്റി ഇത് എന്തൊരു കാണിക്കുന്ന അറിയില്ലോ, ഇത് ജനൽ വെക്കുന്നില്ലേ ഇതിനകത്ത്. ഇവർ എപ്പോഴും ഞങ്ങൾ ചോദിക്കുന്നത് പണിഞ്ഞോടിക്കുമ്പോഴൊക്കെ ഇതിന് ജനൽ വേണ്ടേ, ഞങ്ങൾ വേണ്ട ജനൽ വേണ്ട, ഇത് വേറൊരു മോഡലാണ് പണിയാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഇവരുടെ സ്കൂളുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്ലോപ്പ് വരുന്ന സ്കൂൾ. അപ്പോൾ ഞാൻ വേറൊരു മോഡലാക്കണം എന്ന് എനിക്ക് ആഗ്രഹമായിരുന്നു. കാണുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഒരു വാർപ്പിൻ്റെ ബിൽഡിംഗ് കൊണ്ട് തോന്നുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഐഡിയയിൽ ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്ത് ഒരു വരാന്ത സെറ്റ് ചെയ്തു. ഇങ്ങനെ എല്ലാം പണി കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഇവർ ഈ സ്കൂളിൻ്റെ ലുക്ക് മനസ്സിലാകുന്നത്, ഇങ്ങനെ ഓപ്പൺ. അപ്പോൾ ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് വേണ്ടത് നല്ല വെളിച്ചം കിട്ടണം, ക്ലാസ്സിൽ നല്ല കാര്യം. ഇപ്പോൾ മലാവിലെ എല്ലാ സ്കൂളുകളും പ്രത്യേകത നല്ല അടച്ചുറപ്പുള്ള ഡോറും ജനലും എല്ലാം ഉണ്ടാവും ഇതിന്. അപ്പോൾ ഉള്ളിൽ ഒരു ചെറിയ ഡാർക്ക്നെസ് ഉണ്ടാവും ക്ലാസ് റൂമിനുള്ളിൽ. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം അത് പാടില്ല, നല്ല വെളിച്ചം ഉണ്ടാവണം ക്ലാസ് റൂമിൽ, കുട്ടികൾക്ക് തന്നെ കാണാൻ കഴിയണം പുറത്തേക്കൊക്കെ. ആ ഒരു നമ്മുടെ LP സ്കൂള് ആ ഒരു ഞാൻ പഠിച്ച പൂളപ്പാടം LP സ്കൂളിലാണ്. അപ്പോൾ പൂളപ്പാടം LP സ്കൂളിൽ ഞാൻ പഠിച്ച ക്ലാസ് റൂമിൻ്റെ അതേപോലെ ഞാൻ ഉണ്ടാക്കി ചെയ്യുന്നത്. അത് സെയിം സാധനം ഇങ്ങനെ അരവിത്തിയൊക്കെ ആയിട്ട് ടീച്ചർ അത് എൻ്റെ മനസ്സിലിപ്പോൾ ആ സാധനം നടക്കുന്നത്. അപ്പോൾ ആ സെയിം സാധനം ഉണ്ടാക്കുക എന്നുള്ള കാഴ്ചപ്പാടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് അങ്ങനെ ഒരു സ്കൂൾ ഒന്നേ ഉണ്ടാവുള്ളൂ അവിടെ, കാരണം എല്ലാം മലാവിന്. അപ്പോൾ നമ്മളിത് പെർമിഷൻ എടുത്തിട്ടോ അങ്ങനെ പ്ലാൻ ചെയ്തുണ്ടാക്കുന്ന സാധനമല്ല, ചെറിയൊരു ഷെഡ് ഉണ്ടാക്കാൻ പോയ ആൾക്കാരാണ്. പക്ഷെ നമ്മുടെ പ്ലാനിങ്ങിൽ നമ്മൾ ചെയ്തതാണ്. അപ്പോൾ ചില ആൾക്കാരെ നമ്മൾ വന്ന് പറഞ്ഞു, അല്ല ഇത് നിങ്ങൾ മലാവി സ്റ്റാൻഡേർഡ് സൈസൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു മലാവി സ്റ്റാൻഡേർഡ് സൈസാണ് നിങ്ങൾ ഉണ്ടായിക്കോളൂ, ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും, നമ്മളൊക്കെ ഉള്ള പണിയോടെ. ഞങ്ങൾ പറയുന്നത് നിങ്ങൾ വേറെ ഈ പാരലും വന്ന് സ്പോൺസർ ചെയ്യുക വലിയ ബില്ലിങ് വരുന്നത് പൊളിച്ചിളഞ്ഞ് നിങ്ങൾ പറഞ്ഞു. ഇപ്പം ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കുട്ടികൾ മഴ നനയാതിരുന്ന് പഠിക്കുക എന്നുള്ള രാജ്യം. അത് സ്റ്റാൻഡേർഡ് സൈസോ ഇതിൻ്റെ ക്വാളിറ്റിയോ അങ്ങനെ ഒന്നുമല്ല ഞങ്ങൾ നോക്കുന്നത്. ഇത് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴരുത്, ഇത് കാലാകാലം അവിടെ നിൽക്കണം, കുട്ടികൾക്ക് പഠിക്കാൻ പറ്റണം, മഴ നനയരുത്, വെയിൽ കൊള്ളരുത്. രസാ അരുണൊക്കെ ശരിക്കും പറഞ്ഞാൽ ചെല്ലുമ്പോൾ 4ാം ക്ലാസ് വരെ ഉള്ളൂ. അപ്പോൾ അവിടുത്തെ കുട്ടികൾക്ക് പിന്നീട് ഒരു 5 കിലോമീറ്റർ മാറിയിട്ടാണ് അടുത്തൊരു സ്കൂളുള്ളത്, ഹൈസ്കൂളുള്ളത്. അപ്പോൾ അത് നിങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങൾ വരെ പഠിക്കാൻ അത്രയും ദൂരം പോകേണ്ടതുകൊണ്ടാണ് പെട്ടെന്നൊരു സ്കൂള് ഇവർ പണിയാൻ നോക്കിയത്. പിന്നീട് അരുൺ പറഞ്ഞ പോലെ തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അല്ലേ, വേൾഡ് വിഷൻ വന്നു, പിന്നീട് COVID-19 ടീം വന്നു. ഇതെല്ലാം ഫോറിനേഴ്സാണ് അവിടുത്തെ. അവർ വന്ന് പണിത് പിന്നെ ഇവരുടെ കമ്പനി പണിത് കൊടുത്ത് നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത്. പിന്നെ ഇവിടുത്തെ കുട്ടികൾ ആ സമയങ്ങളിൽ പരീക്ഷ എഴുതാൻ വേറൊരു സ്ഥലത്ത് ഇവരുടെ ഈ പണിയതോടുകൂടി ഇതിനെ 2 രീതിയിൽ അപ്ഗ്രേഡ് ചെയ്തു. ഒന്ന് 8ാം ക്ലാസ് വരെ അപ്ഗ്രേഡ് ചെയ്തു, പ്ലസ് ഇവർക്ക് ഇവിടെ പരീക്ഷ എഴുതാനുള്ള ഇത് കിട്ടിയോ, പെർമിഷൻ കിട്ടിയോ, അവർക്ക് അവിടെ പരീക്ഷ എഴുതാം. അതായത് നമ്മളൊക്കെ പറയും ഒരു നാട്ടിലെ ഒരു പള്ളിക്കൂടം എന്ന് പറയുന്നത് അത്രയും വലിയ ഒരു സംഭവമാണ്. അങ്ങനെ സെറ്റ് ചെയ്താണ് അരുണും സുമി. ഇപ്പം നെക്സ്റ്റ് ലെവൽ ഇപ്പോൾ ഒരു അംഗനവാടി ചെയ്ത് തീർത്തോ? അംഗനവാടീൻ്റെ ഒരു പണി കഴിഞ്ഞപ്പോൾ ഏകദേശം റൂഫ് ഷീറ്റൊക്കെ ഇട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നിട്ട് വേണം ബാക്കി പണികൾ ചെയ്യാൻ. ഇനിയിപ്പോൾ അടുത്ത നെക്സ്റ്റ് ലെവൽ ഇവരുടേത് +2 ആണ് അല്ലേ? +2 എങ്ങനെയുണ്ട്? അതിന്റെ ഫൗണ്ടേഷൻ വർക്ക് കഴിഞ്ഞെടുക്കുകയാണ്. നമ്മളൊക്കെ പണ്ട് നമ്മുടെ നാടുകളിൽ നമ്മൾ പറയും വിദേശികൾ വന്നിട്ടാണ് നമുക്ക് ശരിക്കും വിദ്യാഭ്യാസം തന്നത്. നമ്മൾ ശരിക്കും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയതും അതായത് സാധാരണക്കാരൻ്റെ പിള്ളേര് അന്ന് ഈ പറയുന്ന അറിയാലോ ജാതി സ്ട്രക്ചറൊക്കെ നിലനിന്നിരുന്ന ഒരു കാലത്ത് ഇന്ന ഒരു ജാതിയിൽ വരെയുള്ള ആളുകൾക്ക് പഠിക്കാൻ പോകാൻ പറ്റുള്ളൂ. താഴെ കിടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ അന്ന് പറ്റുന്നില്ല. ആ സമയത്താണ് മറ്റേ നമ്മുടെ മിഷണറി വർക്കുകൾ വരികയും കൺവേർട്ടഡ് നടക്കുകയും അങ്ങനെയാണ് കൂടുതൽ വിദ്യാഭ്യാസം വരുന്നത്. നമുക്കൊക്കെ കിട്ടി, എൻ്റെയൊക്കെ മുൻ തലമുറയ്ക്ക് കിട്ടിയത് അങ്ങനെ, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ തലമുറകൾക്ക് മുന്നേ കിട്ടിയത് അങ്ങനെയാണ്. അതാണ് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായി? അവിടെ മിഷനറി വർക്ക് മാത്രം നടക്കുന്നില്ലെന്നേ ഉള്ളൂ. അല്ല, നിങ്ങൾ നടത്തുന്നില്ല. അതായത് നമ്മൾ മതപരമായിട്ടുള്ള വർക്ക് ഇവർ നടത്തുന്നില്ല, പകരം വിദ്യാഭ്യാസം കൊടുക്കുകയാണ്. അത് നമുക്ക് എല്ലാവർക്കും കൊടുക്കാനുള്ളൊരു മനസ്സുണ്ട്. പക്ഷെ അത് എങ്ങനെ കൊടുക്കണം, ഇത് കറക്റ്റ് കൈകളിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് ഒരു വലിയ കാര്യം. സുമി അരുൺ അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പം നിൽക്കുന്നത്. ഇപ്പം ഇവർക്കൊരു ആദ്യത്തെ എക്സ്പെരിമെന്റ് ഇവരുടെ സക്സസ് ആയി, വൻ സക്സസ് ആയി. പിന്നെ ഇവർക്ക് ഭയങ്കര ഇതായി. ഇപ്പോഴും ഇവർ ആരുടെയും ഫണ്ട് മേടിക്കുന്നില്ല അല്ലേ? നമ്മുടെ ഒരു പ്രത്യേകത, നമുക്കൊരു ഹെഡേക്ക് ഇല്ലാത്ത പറഞ്ഞാൽ ആരോടും കണക്ക് പറയേണ്ട ആവശ്യമില്ല. ഞങ്ങളൊരു പരിപാടി ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് പേഴ്സണലി ബന്ധമുള്ള എൻ്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും അവരോട് ഞങ്ങൾ പറയും ഇങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ട്, നമുക്ക് ചെയ്യല്ലേ, ഓക്കെ നമുക്ക് കൂടാ,
ഞാൻ പറയും നമ്മുടെ സ്കൂൾ ഉണ്ടാക്കിയ മാതിരി തന്നെയാണ് ഉണ്ടാക്കുന്നത്, ധൃതിയൊന്നുമില്ല, പതുക്കെ പോകും. എവിടെയെങ്കിലും സ്റ്റക്ക് ആകുമ്പോൾ ഞങ്ങൾ വിളിക്കും, അങ്ങനെ ഫണ്ട് ചെയ്യും. അങ്ങനെയാണ് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. സ്കൂളാണെങ്കിൽ 1.5 വർഷം കൊണ്ടാണ് ആ ചെറിയ ബിൽഡിംഗ് കംപ്ലീറ്റ് ആയത്. 1.5 വർഷം എടുത്തു. സത്യം പറഞ്ഞാൽ നമ്മളിത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം എക്സൈറ്റ്മെന്റ് ഉണ്ടെന്ന് എനിക്കറിയില്ല. അപ്പം എനിക്ക് നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഞാൻ ഇവരെ കണ്ടുമുട്ടുന്ന ഒരു 1-2 വർഷങ്ങൾക്ക് മുന്നാണെങ്കിലും ലൈവിൽ അന്ന് ഓൺലൈനിൽ എടുത്തത്. അന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും നാട്ടിൽ വരുമ്പോൾ ഇന്റർവ്യൂ തരണേ. ഇവർ നാട്ടിൽ വന്നപ്പോൾ എന്നെ വിളിച്ചു. കാരണം ഇവരെ പോലുള്ളവരെയൊക്കെയാണ് നമ്മൾ നേരിട്ട് കണ്ടത്. നമ്മൾ പലയിടത്തും നമ്മളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ ആരാണ് ഇവിടുത്തെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടുവന്നത് അതൊക്കെ നമ്മളിങ്ങനെ PSC വരെ പഠിക്കില്ല. അതുപോലെ ആഫ്രിക്കയിലെ ഭാവിയിലെ കുഞ്ഞുങ്ങൾ മലാവിയിൽ സ്കൂൾ പഠിക്കുന്ന ആദ്യത്തെ മലയാളി ദമ്പതികൾ ആരാന്ന് വെച്ചാൽ ഇവരാണ്. മാത്രമല്ല സുമിക്ക് ഒരു കുഞ്ഞു ചാനലുണ്ട്. ആ ചാനലിൽ സുമി എന്താ പറയുക ലൈഫും കാര്യങ്ങളും പിന്നെ അവിടുത്തെ ആളുകളെ ടീച്ച് ചെയ്യുന്നുണ്ട് അല്ലേ. അല്ലാണ്ട് പിന്നെ അവിടുത്തെ ഒരു കൾച്ചറൊക്കെ സുമി പറയുന്നുണ്ട്. ശരിക്കും അരുണിന്റെ വർക്ക് ടൈം കഴിഞ്ഞിട്ട് ഞായറാഴ്ചകളിൽ മാത്രമാണ് അവിടെ പോയി വർക്ക് ചെയ്ത് ഇത് ഇത്രയും സെറ്റ് ചെയ്തെടുത്തത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ശരിക്കും നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്നതാണ്, മലയാളികൾ എവിടെ പോയാലും ഏത് വിദേശ രാജ്യങ്ങളിൽ പോയാലും സ്വന്തം കൾച്ചർ ഉണ്ടാക്കാം. കൾച്ചർ കേൾക്കുന്നതാണ്, ഒരിക്കലും ഞാൻ സ്ഥാപിച്ചെടുക്കുന്നതല്ല. അതായത് അവർക്ക് അവിടെ അമ്പലം ഇല്ലെങ്കിൽ അമ്പലം പണിയും, പിന്നെ പള്ളി ഇല്ലെങ്കിൽ പള്ളി പണിയും, അവരൊരു കൂട്ടായ്മ ഉണ്ടാക്കും. എല്ലാം പ്രെയർ ബേസ് ചെയ്തിട്ടാണ്. ഇങ്ങനെ സൊസൈറ്റി കുഞ്ഞു സൊസൈറ്റികളാക്കുവാണ് അവരെങ്ങനെയാണെന്ന്. പക്ഷെ അങ്ങനെ എല്ലാവരും ചെയ്ത് അവരുടെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞൊരു വലിയ സ്ഥാനമാണ്. അതായത് ജാതി, മതം, നിറം, വർഗം, വർണ്ണം എല്ലാം മാറ്റി വെച്ചിട്ട് എഡ്യൂക്കേഷൻ, ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത് ഒരു കിട്ടേണ്ട ഏറ്റവും വലിയൊരു ആവശ്യമാണ്. ഈ ലോകത്തിൻ്റെ മുന്നിലേക്ക് ആഫ്രിക്കയ്ക്ക് കുറച്ചുകൂടെ മുന്നിട്ട് വരാനുള്ള മറ്റൊരു മാർഗവും എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ ആഫ്രിക്കയിലുള്ളവർക്ക് എഡ്യൂക്കേഷൻ ഇല്ലെന്നല്ല, നമ്മൾ ഈ പറഞ്ഞ റിമോട്ട് ഏരിയയിലേക്ക് കിട്ടുന്നില്ല. അതാണ് പല തടസ്സങ്ങളാണ് ഈ കുഞ്ഞുങ്ങൾക്ക്. നമ്മുടെ ഇവിടെയും ട്രൈബ്സിൻ്റെ ഒക്കെ സ്കൂളിലെ കുട്ടികൾ നടന്ന് പഠിക്കാൻ പോകാൻ പറ്റാത്തതുകൊണ്ടാണ് പലരും കൊഴിഞ്ഞു പോകുന്നത്. മനസ്സിലായി, പലരും കൊഴിഞ്ഞു പോകുന്നത് അതുകൊണ്ടാണ്. ഏതായാലും ഇവരങ്ങനെ ഒരു പ്രവർത്തനം നടത്തിയതിൽ സത്യം പറഞ്ഞാൽ എല്ലാ മലയാളികളുടെയും പേരിൽ എനിക്ക് അഭിനന്ദിക്കണം എന്നുണ്ട്. ഞാൻ അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ ഇത് എല്ലാ മലയാളികളുടെയും വിജയമല്ല കേട്ടോ, നിങ്ങളുടെ മാത്രം വിജയമാണ്. മനസ്സിലായി, നമ്മൾ എന്ത് കാര്യം എവിടെയെങ്കിലും ഒരാൾ സക്സസ് ആയ മലയാളി നമുക്കതൊരു പ്രൗഡാണ്, ബി പ്രൗഡ്. അതൊരു മലയാളിയാണല്ലോ ചെയ്തത്. ഇപ്പം നമ്മളൊരു ഇലക്ഷൻ വരുവാണ് വിദേശ രാജ്യങ്ങൾ, അതിനകത്ത് മലയാളി ഉണ്ടോ, മലയാളി ബന്ധമുണ്ടോ, മനസ്സിലായോ? അത് നമ്മുടെ എന്തോ ആണ് എന്നുള്ളൊരു ഫീലാണ്. പക്ഷേ ഇതിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു മലയാളികൾക്ക് അതിൻ്റെ ക്രെഡിറ്റ് ഞാൻ കൊടുക്കത്തില്ല. നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ ജീവിതമാണ്, നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ കൂടി ഇനി ആ +2 ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് വായോ, തീർച്ചയായിട്ടും ഞങ്ങളെയൊക്കെ വിളിക്കുക, ഞങ്ങളൊക്കെ പറഞ്ഞ് കാണട്ടെ. ഓക്കെ, എന്താണെങ്കിലും താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക്സ്.